പോയിൻറ്റ്സ് എഴുതി കൊണ്ടുപോകും. കാരണം നമ്മളെ സമയം വളരെ ചുരുക്കമാണ്, ചെറുതാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും, അതുകൊണ്ട് നോട്ട്സ് എഴുതി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാനുള്ളത്, ജൂഡിത്ത് ബട്ട്ലറെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെൻഡർ ട്രബിൾ എന്ന് പറഞ്ഞൊരു ഫേമസ് ബുക്ക് എഴുതിയ ആളാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. ഒരു 6-7 മാസം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലിപ്പോൾ ഒരു ആൻറ്റി ജെൻഡർ മൂവ്മെൻ്റ് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതായത് ജെൻഡറിനെതിരായിട്ട്, ജെൻഡർ സ്റ്റഡീസിനും ഫെമിനിസത്തിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ട്രംപ് ഭരണകൂടത്തിൻ്റെ കീഴിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അബോർഷൻ ലോസൊക്കെ ആൾ മാറ്റാൻ പോവുകയാണ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ് എടുത്തു കളയാൻ പോവുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അമേരിക്ക പിന്നോക്കം പോവുകയാണ്. അതിൽ ചേർച്ചും മതവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് ബട്ട്ലർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജെൻഡറിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം നമ്മൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ഇന്ത്യൻ ഫെമിനിസത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൻറ്റി ജെൻഡർ മൂവ്മെൻറ്റിനെ പറ്റിയൊന്നും ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞുകൂടാ, ഫാഷിസത്തിൻ്റെ ചെറിയ ചെറിയ ലാഞ്ചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഭാവിയിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബട്ട്ലറെ നമ്മൾ ഇനിയും പരാമർശിക്കും ജെൻഡർ ട്രബിളിലേക്ക് വരുമ്പോൾ. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞേ ഉള്ളൂ. ലോകത്തിൽ ഫെമിനിസത്തോടുള്ള ലോകത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറി വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അതൊരു ത്രെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. മതത്തിൻ്റെ അധ്യക്ഷന്മാരും ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികളും ഒക്കെ അതിനെതിരായിട്ട് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ടോക്കിന് 3 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സാഗരം പോലെയാണ് ഫെമിനിസ്റ്റ് ലിറ്റററി തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ വേണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. കാരണം ക്രോഡീകരിച്ച് പറയണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാറ്റേൺ ആണ്, കഴിയുന്നത്ര ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു പാറ്റേൺ എന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ 3 ഭാഗങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഒന്ന്, സ്ത്രീയുടെ സബ്ജക്റ്റിവിറ്റി, എന്താണ് സ്ത്രീ എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട് ഫെമിനിസത്തിൻ്റെ ഫീൽഡിൽ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒതുക്കി പറയാൻ വേണ്ടിയിട്ട് എന്താണ് സ്ത്രീ, അതായിരിക്കും ആദ്യ ഭാഗം. പിന്നെ സ്ത്രീ, നമ്മൾ ലിറ്റററി സ്റ്റഡീസുമായിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് സ്ത്രീയുടെ വായനയെപ്പറ്റി ഫെമിനിസം പറയുന്ന കാര്യങ്ങൾ. 3-ാം ഭാഗം എഴുത്ത്. ഇങ്ങനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അതിൻ്റെ മുന്നിലും പിന്നിലും ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം സമഗ്രമൊന്നുമല്ല, അത്രയും പറയാൻ പറ്റില്ല. അതിന് ഒരുപാട്, കാരണം 2 നൂറ്റാണ്ടോളം പഴക്കമുള്ള 1792 മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആദ്യത്തെ കൃതി എഴുതി, ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഓഫ് ഫെമിനിസം എന്ന് നമ്മൾ പറയുന്ന വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ പുസ്തകം. അത് 1792 വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കാലമായി എന്ന് ആലോചിച്ച് നോക്കൂ. 18th century, 19th century, 20th century, 21st centuryയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം അത്രയും കാലത്തെ കാര്യങ്ങൾ നമുക്ക് വളരെ കുറച്ച്, ഒരു ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമേ നമുക്ക് തൊടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരെ ഞാൻ അതിലേക്ക് പോവാണ്, സബ് ഹെഡിങ്സിലേക്ക് പോവാണ്. എന്താണ് സ്ത്രീ എന്നുള്ള ചോദ്യം, അത് എന്തുകൊണ്ടാണ് പ്രസക്തമാവുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരിക്കൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സെമിനാറിൽ ഒരു പ്രാസംഗികൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ദ ഇന്ത്യൻ വുമൺ, ദ ഇന്ത്യൻ വുമൺ, ദ ഇന്ത്യൻ വുമൺ. അപ്പം ഞാൻ എണീറ്റും ചോദിച്ചു, ആരാണ്, ഹൂസ് ദിസ് ദ ഇന്ത്യൻ വുമൺ, ഭാരത സ്ത്രീ എന്ന് നമ്മളെപ്പോഴും പറയുമല്ലോ. അങ്ങനെ ഒരു ഭാരത സ്ത്രീ ഉണ്ടോ, അങ്ങനെ ഒരു സത്തയുണ്ടോ? അപ്പം ഞാനും ഇപ്പോൾ പഞ്ചാബിലെ ഏതെങ്കിലും ഒരു ഗോതമ്പ് വയലിൽ കൊയ്യുന്ന ഒരു സ്ത്രീയും രണ്ടും ഭാരത സ്ത്രീകളായിരിക്കും. പക്ഷേ നമ്മൾ തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വളരെ എംപ്റ്റി ആയിട്ട് ഭാരത സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് വല്ല അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ സ്ത്രീയെ നിർവചിക്കുന്നത്, ഫെമിനിസം എങ്ങനെയാണ് ഈ ആവശ്യത്തെ നേരിടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സ്ത്രീ ആരാണ്, സ്ത്രീയെ എങ്ങനെയാണ് നിർവചിക്കുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഭാരത സ്ത്രീയിലെ ഭാരതം വെട്ടിക്കളഞ്ഞ് വെറും സ്ത്രീയാക്കിയാലും ഇതേ പ്രശ്നം ഉണ്ടാവും. ഇപ്പം സ്ത്രീ സാഹിത്യ പഠന കേന്ദ്രത്തിലെ സ്ത്രീ ആരാണ്? നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, പുറമേയുള്ള ഓരോ സ്ത്രീയും വ്യത്യസ്തയാണ്. ഒരു കോമൺ ആയിട്ട് അങ്ങനെ ഒരു പൊതുവായിട്ട് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ? ഒരു സ്ത്രീ സത്തയുണ്ടോ? നമ്മളൊക്കെ ഒരുപാട് വ്യത്യസ്തതകൾ, ജാതി, മതം,
എന്ന് പറഞ്ഞ മുതൽ ശരീരം മുതൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു സത്ത, അങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞൊരു സത്ത, എസൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് വ്യത്യസ്തതകളാണ്, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്തതകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇതാണ് ഫെമിനിസത്തിലെ ആൻറ്റി എസെൻഷ്യലിസ്റ്റ് സ്റ്റാൻഡ്. അതായത് എസൻസ് ഇല്ല, അങ്ങനെ ഒരു സത്ത നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, സ്ത്രീ സത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ആൻറ്റി എസെൻഷ്യലിസം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫെമിനിസത്തിലുള്ളത്, ആധുനിക ഫെമിനിസത്തിലുള്ളത്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ചിന്തയിൽ ഒരു ക്ലാരിറ്റി വരും അതങ്ങ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ത്രീവാദം പല തരംഗങ്ങളായിട്ടാണല്ലോ. ഒന്നാം തരംഗം, രണ്ടാം തരംഗം, പറഞ്ഞപ്പോൾ 5ാം തരംഗം വരെ ആയി എന്നാണ് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ 3 തരംഗങ്ങളെ പറ്റിയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം തരംഗത്തിൽ ഈ സ്ത്രീ ആരാണെന്നുള്ള ചോദ്യം അങ്ങനെ ഉയർന്നിട്ടില്ല. അതിൻ്റെ കൃത്യ ഡേറ്റ്സൊക്കെ ഞാൻ പിന്നീട് തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ ആ ചർച്ച ആദ്യം നടത്താം. അപ്പോൾ ആരാണ് സ്ത്രീ എന്നുള്ള ചോദ്യം അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ടില്ല, വളരെ സിമ്പിൾ ബിഗിനിങ്സ് ആണ്. അപ്പോൾ ഒന്നാം തരംഗത്തിൽ ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, റൈറ്റ്സ്, അവകാശങ്ങൾ, റൈറ്റ്സ്. ഒന്നാം തരംഗം, ഫെമിനിസത്തിൻ്റെ ഒന്നാം തരംഗം അവകാശത്തിലൂന്നിയുള്ളതാണ്. അതായത് സാമ്യം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സാമ്യം കണ്ടെത്താനാണ് ഒന്നാം തരംഗം ശ്രമിച്ചത്. എന്താ വെച്ചാൽ സാമ്യത്തിലൂന്നി തുല്യതയ്ക്ക് വേണ്ടി വാദിക്കാം എന്നുള്ളതാണ്, സെയിംനെസ് ആൻഡ് ഈക്വാളിറ്റി. അപ്പോൾ റൈറ്റ്സ്, സെയിംനെസ്, ഈക്വാളിറ്റി, ഈ 3 വാക്കുകൾ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒന്നാം തരംഗം എന്താണെന്ന് പിടികിട്ടും. അപ്പോൾ നമ്മളിന്ന് എൻജോയ് ചെയ്യുന്ന പല അവകാശങ്ങളും അന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല. അതായത് വോട്ട് അവകാശമില്ല, ഹയർ എഡ്യൂക്കേഷനുള്ള അവകാശമില്ല, പ്രൊഫഷൻസിനുള്ള അവകാശമില്ല, പിന്നെ സ്വത്തവകാശം, സ്ത്രീക്ക് സ്വത്തവകാശമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. ഈ അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു ഒന്നാം തരംഗത്തിൽ. അതുകൊണ്ടാണ് നമ്മളതിനെ റൈറ്റ്സ് ഫെമിനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഒന്നാം തരംഗത്തോട് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ സ്ത്രീകൾക്കും എല്ലാ അവകാശങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം മേരി റോയുടെ സ്ട്രഗിൾ, ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടാൻ വേണ്ടി, പൈതൃകമായിട്ടുള്ള സ്വത്ത് കിട്ടാൻ വേണ്ടി അവർ നടത്തിയ സമരം. ഇപ്പോൾ ഇതാ ഖദീജ മുംതസിനെ പോലെയുള്ളവരും ഒക്കെ ചേർന്നിട്ട് മുസ്ലിം സ്ത്രീകൾക്കുള്ള സ്വത്തവകാശത്തിന് വേണ്ടി. അപ്പോൾ ആ സ്ട്രഗിൾ തീർന്നിട്ടില്ല. അതാണ് നമ്മൾ ഫെമിനിസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്നാം തരംഗവും രണ്ടാം തരംഗവും ഒക്കെ ഇപ്പോഴും നമ്മളെ ഇടയിൽ ആവശ്യമനുസരിച്ച് പുനരവതരിക്കുന്നുണ്ടെന്നുള്ളത്, അല്ലാതെ അത് കഴിഞ്ഞു പോയി ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് വിചാരിക്കാൻ പാടില്ല. എല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 5ാം തരംഗത്തിലെത്തുമ്പോഴും ഈ ഒന്നാം തരംഗത്തിലെ സ്ട്രഗിൾ തീർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ വൂൾഫിൽ വരെ ഉണ്ട് ആ ഒരു അവകാശത്തിന്. വൂൾഫ് ഒരു കണ്ണിയാണ്, ഒന്നാം തരംഗത്തിന് രണ്ടാം തരംഗത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയാണ് വെർജീനിയ വൂൾഫ്. പക്ഷേ അവരുടെ റൂം ഓഫ് അൺസോൾഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു ഓക്സ്ബ്രിഡ്ജ്, അതായത് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും കലർന്ന ഒരു സാങ്കല്പിക യൂണിവേഴ്സിറ്റി പറ്റിയാണ് അവർ എഴുതുന്നത്. ഓക്സ്ബ്രിഡ്ജിലേക്ക് ഒരു ലേഡിക്ക് പ്രവേശനം കിട്ടാത്തതിനെ പറ്റിയാണ്. അപ്പോൾ അവിടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്, എനിക്ക് അങ്ങോട്ട് പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ പ്രവേശിക്കുക, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതുപോലെ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ്, വിൻഡിക്കേഷൻ എഴുതിയ വോൾസ്റ്റോൺ ക്രാഫ്റ്റിലും അവരുടെ ബ്രദറിന് വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഫാമിലി അവർക്ക് കൊടുത്തില്ല. വെർജീനിയ വൂൾഫിനും അങ്ങനെ തന്നെയായിരുന്നു. പറയുമ്പോൾ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി, സാഹിത്യ കുടുംബമൊക്കെ ആയിരുന്നു. എന്നാലും അവർക്ക് ഔപചാരികമായ ഹയർ എഡ്യൂക്കേഷനിൽ അന്ന് സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ 2 പേരെയും വർക്ക്സിൽ നമുക്ക് ആ സങ്കടം കാണാൻ പറ്റും. അതായത് ഞാൻ ബുദ്ധിയുള്ള ഒരാളായിട്ടും ഞാൻ അർഹിക്കുന്ന വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് വിൻഡിക്കേഷനിലും കാണാൻ പറ്റും, റൂം ഓഫ് അൺസോണിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിയറി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു സാധനം, മനുഷ്യന് മനസ്സിലാവാത്ത, കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനം എന്നൊക്കെയാണ് നമ്മളെ പേടികൾ. പിന്നീട് പല തിയറികളും അങ്ങനെ തോന്നാം നമുക്ക്. പക്ഷെ ഫെമിനിസത്തിലെ പല തിയറികളും എല്ലാവരതും അങ്ങനെ തന്നെ ആവാം, ആണുങ്ങളുടെ അങ്ങനെ ആവാം, എന്തായാലും അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ തിയറി വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു സാധനം എന്നല്ല. ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾക്ക് രൂപം കൊടുത്തിട്ടാണ് ഫെമിനിസത്തിലെ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മിക്ക സിദ്ധാന്തങ്ങളും അനുഭവമാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ പിന്നീട് നമ്മൾ കാണാം ലെസ്ബിയൻ ഫെമിനിസത്തിൽ നിന്നാണ്. ജൂഡിത്ത് ബട്ട്ലർ ഒരു ലെസ്ബിയൻ ആയിരുന്നു.
അപ്പോൾ അതിന്ന് ഉയർന്നു വന്ന ചിന്ത, അതിന് വേദന. ജൂഡിത്ത് ഫെറ്റേളി എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കിനെ നമ്മൾ പിന്നീട് കാണും. അവരൊരു ലെസ്ബിയനായിരുന്നു. അപ്പോൾ ആ കമ്മിങ് ഔട്ടിൻ്റെ വിഷമവും ഒരു ലെസ്ബിയന് സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ വിഷമവും അതിൻ്റെ അകത്തൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അവരുടെ തിയറികൾ. അപ്പോൾ ഇപ്പോൾ തിയറി ഒരു ഡെഡായിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. ജീവിതമായിട്ടും അനുഭവങ്ങളുമായിട്ടും അതിന് നല്ല ബന്ധമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വേറിട്ട് നിൽക്കുന്നൊരു സാധനമൊന്നുമല്ല തിയറി. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിവിറ്റി പറഞ്ഞു. ഒന്നാം തരംഗത്തിൽ അതിനെപ്പറ്റി വലിയ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. രണ്ടാം തരംഗത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കൃതി നമ്മൾക്കറിയാം ദ സെക്കൻഡ് സെക്സ് ആണ്. സിമോങ് ദ ബുവ 1949 വന്നത്. അതിലാണ് സത്യം പറഞ്ഞാൽ ജെൻഡർ തിയറിയുടെ ആദ്യത്തെ ബീജം, സീഡ് നമ്മൾ കാണുന്നത്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവർ പറയണത് പുരുഷനെ ഒരു നോം ആക്കി വെച്ചിരിക്കുകയാണ്. നോം എന്ന് പറഞ്ഞാൽ മാതൃക, നോർമൽ. വാട്ട് ഈസ് നോർമൽ? നോം, NOR, അത് പുരുഷനാണ്. അപ്പോൾ പുരുഷൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് സ്ത്രീ. അപ്പോൾ അതിൻ്റെ ഒരു നോമാണ് സ്ത്രീ. ദി അതർ ആണ്. മാൻ ഇസ് ദ നോം ആൻഡ് വുമൺ ഇസ് ദി അതർ. അതായത് മാൻ A ആണെങ്കിൽ സ്ത്രീ A-. കാരണം പുരുഷനിലുള്ള ക്വാളിറ്റീസ് സ്ത്രീയിലില്ല, അതുകൊണ്ട് A-. ശരിക്കും അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. ശരിക്കും ചിന്തിക്കേണ്ടത് സ്ത്രീ B ആണ്. സ്ത്രീക്ക് അവളുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പം വേറെ ഇങ്ങനെ കമ്പാരിസൻ്റെ ആവശ്യമില്ലല്ലോ. പുരുഷൻ A, സ്ത്രീ B ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. അതിന് പകരം A- ആയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. പുരുഷനുള്ള ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാൾ, ഒരു ഇൻഫീരിയർ സെക്സ്, ദ സെക്കൻഡ് സെക്സ്, രണ്ടാം സ്ഥാനക്കാരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് ദി അദറിങ് ഓഫ് വുമൺ എന്ന് നമ്മൾ പറയുന്നത്. പുരുഷൻ നോം ആൻഡ് വുമൺ ഇസ് ദി അതർ. ഓക്കെ. അപ്പോൾ അതിന് കുഴപ്പതാണ്. സ്ത്രീ അവളിൽ തന്നെ എന്താണ്, ഓരോ സ്ത്രീ അവളിൽ തന്നെ എന്താണെന്നുള്ളത് അതിൽ വരുന്നില്ല. പുരുഷൻ്റെ ഓപ്പോസിറ്റായിട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. പുരുഷനാണ് അളവുകോൽ. പറയാണ് ശരീരബലം കുറവ് അല്ലേ, പുരുഷൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ എത്രയോ സ്പോർട്സ് വിമൻ ഉണ്ട് നല്ല സ്ട്രോങ് ബോഡീഡായിട്ടുള്ള, അതൊന്നും കണക്കിലെടുക്കുന്നില്ല. പിന്നെ ബുദ്ധി കുറവാണെന്ന് പറയും. പുരുഷനാണ് ബുദ്ധിമാൻ, അവരാണ് സാഹിത്യത്തിലായാലും ശാസ്ത്രത്തിലായാലും മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയും. പക്ഷെ നൊബേൽ പ്രൈസ് കിട്ടിയ എത്ര എഴുത്തുകാരികൾ, എത്ര ശാസ്ത്രജ്ഞകൾ നമുക്കുണ്ട്. ഒന്ന് ഡോറിസ് ലെസ്സിങ് ആണെങ്കിലും, നദീൻ ഗോഡിമർ ആണെങ്കിലും, അല്ലേ, വിസ്ലാവ സിംബോസ്കി ആണെങ്കിലും, ഇവരൊക്കെ നൊബേൽ പ്രൈസ് വാങ്ങിച്ച സ്ത്രീകളാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീക്ക് ബുദ്ധി കുറവെന്ന് പറയും? ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ്. പുരുഷൻ നേടുന്നത് മാത്രമാണ് നേട്ടം. അപ്പോൾ ആദ്യകാലത്ത് സ്ത്രീകൾക്ക് അത് നേടാൻ പറ്റിയില്ല, കാരണം സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നീട് അവരും നേടി തെളിയിച്ചു നമ്മൾ ഒരു തരത്തിൽ ഇൻഫീരിയർ അല്ല എന്നുള്ളത്. ഓക്കെ. പിന്നെ പറയും ലോക വിവരമില്ല. എപ്പോഴും പുരുഷന്മാർ സ്ത്രീകളെ പറ്റി പറയുന്നൊരു കംപ്ലൈൻ്റാണ്. നിനക്ക് എന്തറിയാം, ലോകത്തെ പറ്റി എന്തറിയാം, അത് എന്താ കാരണം? വീട്ടിൽ തളച്ചിട്ടിട്ടാണ് പറയുന്നത്. വീട്ടിൽ ഗൃഹസ്ഥയായി അവർക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് നോക്കൂ. അവരെന്നെ തളച്ചിടും, അവരെന്നെ കുറ്റപ്പെടുത്തും, നിനക്കൊന്നും അറിയില്ല എന്നുള്ളത് പറയും. പിന്നെ ആത്മീയതയുടെ ലോകത്ത് വരികയാണ്. എന്താ സ്ത്രീക്ക് എന്താ ആത്മീയത, എന്താ ആത്മീയ അന്വേഷണം എന്ന് ചോദിക്കും. പറയട്ടെ, ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന സോക്രട്ടീസിന് ഒരു ഗുരു ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. അവരെ പേരാണ് ഡയറ്റിമ, DIOTIMA. സോക്രട്ടീസിന് സ്നേഹത്തെ പറ്റിയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, അതായത് തിയറിയാണ് കേട്ടോ, അല്ലാതെ പ്രാക്ടിക്കലല്ല, തിയറി പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത, അതായത് സ്നേഹത്തിൻ്റെ ഒരു ഗോവണി പോലെയാണ്. ലാഡർ ഓഫ് ലവ് എന്നാണ് അവരുടെ തിയറി, കോൺസെപ്റ്റിനെ നമ്മൾ വിവക്ഷിക്കുന്നത്. അതായത് ഏറ്റവും അടിത്തട്ടിലെ സ്നേഹം മുതൽ അങ്ങേ അറ്റത്തെ സ്നേഹം വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഒരു ഗുരുവായിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അതൊക്കെ തമസ്കരിക്കപ്പെട്ടു. അതൊക്കെ പിന്നീട് നമ്മൾ വായനയിലൂടെ കണ്ടെത്തുന്നല്ലാതെ ലോകം, നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ ഡയറ്റിമയുടെ പേര്, അതാ പറയണേ. ലോകം അറിഞ്ഞിട്ട് സോക്രട്ടീസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈസ്കൂൾ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് സിമോങ് ദ ബുവ മനസ്സിലാക്കിയത് ഈ സ്ത്രീ ഇൻഫീരിയർ ആണ് അല്ലെങ്കിൽ ദി അതർ ആണെന്ന് പറയുന്നത് യഥാർത്ഥമല്ല. അതിന് പിന്നിലൊരു കളിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ, വൺ റാദർ ബിക്കംസ് വൺ. വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ, വൺ റാദർ ബിക്കംസ് വൺ. അതായത് ഗ്രാജുവലി നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മളൊരു സ്ത്രീയായിട്ട് തീരുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രൈണതയുള്ള പുരുഷ സങ്കല്പത്തിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷ സങ്കല്പത്തിലുള്ള സ്ത്രീ ഭാര്യ, നല്ല കാമുകി, നല്ല ഭാര്യ, പൂമുഖവാതിൽക്കൽ,
സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കൾ, ഇതൊക്കെ നല്ല ഭാര്യ, നല്ല അമ്മ, അതിനെന്തില്ല നല്ല അമ്മൂമ്മ വരെ ആവണം, കഥകൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല അമ്മൂമ്മ. അവിടെ ഒരു റെസ്റ്റ് കിട്ടില്ല എന്നുള്ളതാണ്. ആ അമ്മയുടെ ചുമതലയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മൂമ്മയായാലും പിന്നെയും ജോലി കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആർക്കാണ്? വീട്ടു ജോലി മുഴുവൻ ഒരു ശമ്പളവും വാങ്ങാതെ ചെയ്യാൻ ഒരാൾ, ശമ്പളമില്ലാത്ത ഒരു സെർവൻ്റായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഐഡിയോളജി, പേട്രിയാക്കൽ ഐഡിയോളജി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു നല്ല സ്ത്രീയാണെങ്കിൽ നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് യു ആർ മെയ്ഡ് എ വുമൺ, ഒരു നിർമ്മിതിയാണ്. കൺസ്ട്രക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വുമൺ ഇസ് എ കൺസ്ട്രക്റ്റ് എന്നാണ് സിമോങ് ദ ബൂവർ പറഞ്ഞു വെക്കുന്നത്. വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ. അപ്പോൾ ഇതിലാണ്, അതായത് എസൻസ് മാറി, അങ്ങനെ ഒരു സത്തയൊന്നുമില്ല, ഒക്കെ പുരുഷന്മാരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഷീ ഈസ് എ കൺസ്ട്രക്റ്റ്, വൺ ഇസ് നോട്ട് ബോൺ. അപ്പോൾ ഇവിടെയാണ് ബർത്ത് ഓഫ് ജെൻഡർ തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ വേർതിരിച്ച് കണ്ടത്, ഇവളൊരു നിർമ്മിതിയാണ് എന്ന് ആദ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞത് സിമോങ് ദ ബൂവയാണ്. അപ്പോഴേക്കും ഒന്നാം തരംഗം ഏതാണ്ട് ഡൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വോട്ടവകാശമൊക്കെ കിട്ടി. അതിൻ്റെ ആ ഒരു റൈസ് ആൻഡ് ഫോൾ ഓഫ് ദ വേവ് ഇല്ലേ, ആ റൈസ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്താണ് ഈ ബുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് പുതിയൊരു ചിന്ത മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് വരുമ്പോൾ ഈ സബ്ജക്റ്റിവിറ്റി നോക്കണം, കൺസ്ട്രക്റ്റ് ആണെന്ന് മനസ്സിലായി. പിന്നീട് രണ്ടാം തരംഗത്തിലേക്ക് വരുമ്പോൾ ആണ് പേട്രിയാക്കി എന്നുള്ള ആശയം, ഡിഫറൻസ് എന്നുള്ള ആശയം, ഇത് രണ്ടും വരുന്നത്. ഡിഫറൻസ്, അതായത് പുരുഷനിൽ നിന്നും, അതായത് അവളിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, അതിന് അവളുടെ ഡിഫറൻസ് മനസ്സിലാവണം. അവൾ പുരുഷനിൽ നിന്നും തന്നിൽ തന്നെ എങ്ങനെ വ്യത്യസ്തയായിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാം തരംഗത്തിലെ കേന്ദ്രമായിട്ടുള്ള വാക്ക് ഡിഫറൻസ് ആണ്. പിന്നെ ഒന്ന് പേട്രിയാക്കിയാണ്. ഒന്നാം തരംഗത്തിൽ നമ്മൾ ചില റൈറ്റ്സ് ഉള്ള വാക്കൊക്കെ കണ്ടു. അതുപോലെ രണ്ടാം തരംഗം, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡിഫറൻസ് ആൻഡ് പേട്രിയാക്കി, അതായത് ഒരു 70s ഒക്കെ ആകുമ്പോൾ, 60s 70s 80s ആണ് രണ്ടാം തരംഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഘട്ടം. അപ്പോൾ അതിന് വഴിമരുന്നിട്ട കൃതികളാണ്. ഒന്ന് ഞാൻ പറഞ്ഞ ദ സെക്കൻഡ് സെക്സ്, സിമോങ് ദ ബൂവയുടെ. വേറൊന്ന് അമേരിക്കയിൽ ഒരു ബെറ്റി ഫ്രീഡൻ, FRIEDAN, ബെറ്റി ഫ്രീഡൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി, ദ ഫെമിനിൻ മിസ്റ്റീക്ക്, MYSTIQUE, ദ ഫെമിനിൻ മിസ്റ്റീക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. അപ്പോൾ അതിൽ അവർ ഷി മെൻഷൻ ഒരു പ്രോബ്ലം വിതൗട്ട് എ നെയിം, പേരില്ലാത്തൊരു പ്രശ്നത്തെ പറ്റിയാണ് ആ പുസ്തകം. ആ പേരില്ലാത്ത പ്രശ്നം ആരുടേതാണെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് അമേരിക്കൻ ലേഡിയാണ്. അമേരിക്കയിലെ മിഡിൽ ക്ലാസ് ഹൗസ് വൈഫ്സിന് ഉള്ള നിരാശ, അസ്വാസ്ഥ്യം, വേദന, ഇതിനെ പറ്റിയാണ് ആ പുസ്തകം. അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താ വെച്ചാൽ, സെക്കൻഡ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞു. വേൾഡ് വാറിൻ്റെ സമയത്ത് ആണുങ്ങൾ മുഴുവൻ യുദ്ധത്തിന് പോയി. അതുകൊണ്ട് ജോലികൾ പലതും ഒഴിഞ്ഞു കിടന്നു. അവിടേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട്. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ആണുങ്ങൾ തിരിച്ചു വന്നു, അവർക്ക് ജോലികൾ തിരിച്ചു വേണം, സ്ത്രീകളെ വീണ്ടും വീട്ടിലേക്ക് ഒതുക്കാനുള്ള ശ്രമങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഇവർ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്താണ് പുറം ലോകത്തെ ഒരു ജീവിതം, അതിൻ്റെ ഒരു ധന്യത എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ളവരെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചോടിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ, അപ്പോൾ അവരെ തിരിച്ചറിവെന്നാണത് വരുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയാനുള്ളതല്ല. ഒരു പുറം ലോകമുണ്ട്, എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് അവിടെ പലതും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ബോധം ഉണ്ടായി വന്നു. പിന്നീട് ഇങ്ങനെ അടച്ചിടാൻ ശ്രമിച്ചപ്പോൾ അവർക്കുണ്ടാകുന്ന സംഘർഷവും അസ്വസ്ഥതയും വേദനയും ഒക്കെയാണ് ദ ഫെമിനിൻ മിസ്റ്റീക്കിൽ വന്നിട്ടുള്ളത്. അത് വന്നത് 1963 1963 ബെറ്റി ഫ്രീഡൻ്റെ ബുക്ക്. അതിനെ തുടർന്ന് 1969 കെയ്റ്റ് മില്ലറ്റ്, MILLETT, ഡബിൾ എല്ലും ഉണ്ട്, കെയ്റ്റ് മില്ലറ്റിൻ്റെ സെക്ഷുവൽ പോളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു കൃതി പുറത്തു വന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, സെക്സും പോളിറ്റിക്സും അടുത്തടുത്ത് വരുന്നു, ഒരുമിച്ച് വരുന്നു. അതുവരെ അതങ്ങനെ അധികം വന്നിട്ടില്ല. പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്, നമ്മളെ വിചാരം പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വീടിന് പുറത്തുള്ളൊരു സംഗതി എന്നാണ്. പക്ഷെ കെയ്റ്റ് മില്ലറ്റ് അതിനെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള ബന്ധത്തിൽ തന്നെ രാഷ്ട്രീയമുണ്ട്. അതൊരു പുതിയ വേ ഓഫ് ലുക്കിംഗ് അറ്റിട്ടാണ് രാഷ്ട്രീയം. അതായത് പ്രണയത്തിൽ രാഷ്ട്രീയമുണ്ട്, മാതൃത്വത്തിൽ രാഷ്ട്രീയമുണ്ട്, എല്ലാറ്റിലും അതൊരു രാഷ്ട്രീയം എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അധികാരം, അല്ലേ? അധികാരത്തിൻ്റെ വീതം വെപ്പാണ് രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ.
അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അധികാരത്തിൻ്റെ ഒരു കളിയുണ്ടെന്നുള്ളത് കെയ്റ്റ് മില്ലറ്റ് തെളിയിച്ചു. അപ്പോൾ പിന്നീട് അത് വളരെ എന്താ പറയുക ഉൾക്കൊള്ളുന്ന ഒരു സ്ലോഗൻ ഉണ്ടായി ഫെമിനിസത്തിൽ, ദ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ. ദ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ, അതായത് സ്വകാര്യം ബാഹ്യം എന്നുള്ള പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ടല്ലോ. ചിലർ പറയുമല്ലോ, എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെ ഇപ്പം ഭാര്യയെ തല്ലുന്നൊരു ഭർത്താവാണെങ്കിൽ അയൽവക്കം ചോദിച്ചപ്പോൾ ഞാനാണ്, എൻ്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് എന്ത് വേണം? എൻ്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് അതിൽ ഇടപെടാനുള്ള യാതൊരു അവകാശമില്ല. ഇത് പുറത്തുള്ളൊരു പ്രശ്നമൊന്നുമല്ല, എൻ്റെ സ്വകാര്യ പ്രശ്നമാണ്, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ പ്രശ്നമാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉൾഭാഗം പുറം ഭാഗം എന്നുള്ള ആ ഒരു ഡിവിഷൻ എടുത്തു കളയേണ്ട സമയമായി. ദ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ, അതും പൊളിറ്റിക്കൽ തന്നെയാണ്. അതിലും അധികാരത്തിൻ്റെ കളിയാണ് നമ്മൾ കാണുന്നത്. ഹസ്ബൻഡ് പുരുഷനാണ്, അയാൾക്ക് കൂടുതൽ അധികാരമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ബോധം. അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് ആ പോളിറ്റിക്സും സെക്സും ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ദ പേഴ്സണലിസ് പൊളിറ്റിക്കലായി മാറണം. ദ പേഴ്സണലിസ് പൊളിറ്റിക്കൽ എന്ന് കെയ്റ്റ് മില്ലറ്റ് പറഞ്ഞതല്ല, അത് 1983 ഒരു എസ്സേയിൽ ഗ്ലോറിയ സ്റ്റൈനം, STEINEM, ഗ്ലോറിയ സ്റ്റൈനം എന്ന് പറഞ്ഞൊരു ഫെമിനിസ്റ്റ് ഉണ്ട്. അവരൊരു എസ്സേയിലാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത് ഈ ഒരു സ്ലോഗൻ, ഈ ഒരു മുദ്രാവാക്യം, ദ പേഴ്സണലിസ് പൊളിറ്റിക്കൽ. അപ്പം രണ്ടാം തരംഗത്തിലുടനീളം നമ്മൾക്ക് ഈ ഒരു സ്ലോഗൻ്റെ പ്രസക്തി കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ജൂഡിത്ത് ബട്ട്ലറിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രതലം ഒരു കൺസ്ട്രക്റ്റാണ്, സ്ത്രീ ഒരു കൺസ്ട്രക്റ്റാണ് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ത്രീ ഒരു സത്തയാണെങ്കിൽ എല്ലാവരും പറയില്ല അത് നാച്ചുറലാണ്, നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സത്തയായിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്കതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല. സത്തയല്ലേ, എസെൻസ് അല്ലേ, മാറ്റാൻ പറ്റില്ല. പക്ഷെ കൺസ്ട്രക്റ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം നമുക്കതിനെ ചോദ്യം ചെയ്യാം, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഡീകൺസ്ട്രക്റ്റ് ചെയ്യാം, നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാം, അതിനെ പൊളിച്ച് എഴുതാൻ പറ്റും. അതാണ് ഈ തിയറീൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഗുണം. അതാണ് ഫെമിനിസം മുഴുവൻ തിരിയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൻ്റെ ഇതിൻ്റെ ഈ ഒരു ബേസിലാണ് തിരിയുന്നത്. കൺസ്ട്രക്റ്റഡ് ആയതുകൊണ്ട് മാറ്റം പോസിബിളാണ്, ചേഞ്ചസ് പോസിബിൾ. കാരണം നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാം, പുതിയ രീതിയിൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര തലം, ജൂഡിത്ത് ബട്ട്ലറുടെ ജെൻഡർ ട്രബിളിൻ്റെ ഒരു ഗുണം ഈ കൺസ്ട്രക്റ്റ് ആണെന്നുള്ളത് അതൊന്നും കൂടി തെളിയിക്കുന്നു, മനഃശാസ്ത്രത്തിൻ്റെ ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ ജൂഡിത്ത് ബട്ട്ലർ ഞാൻ പറഞ്ഞ ഒരു ലെസ്ബിയനാണ്, അവരിപ്പോഴും ഉണ്ടല്ലോ. ഞാൻ നേരത്തെ അവരുടെ ഒരു പുതിയ ഹൂസ് എഫ്രെയ്ഡ് ഓഫ് ജെൻഡർ എന്നാണ് അവരുടെ അവസാനം പുറത്തു വന്ന പുസ്തകം. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തത്, ട്രംപിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ ജെൻഡർ ട്രബിളിൽ അതിൻ്റെ ക്രക്സ് ആയിട്ടുള്ള ഐഡിയ മാത്രം നമുക്കൊന്ന് നോക്കാം. ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് കുട്ടികളുടെ സൈക്കോളജിയാണ്, ഫ്രോയിഡിയൻ അനാലിസിസിൻ്റെ ബേസിസിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഫ്രോയിഡ് കുട്ടികളുടെ സെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും അസോസിയേറ്റ് ചെയ്യാറില്ല, പക്ഷേ കുട്ടികളുടെ സെക്സിന് ചെറിയ കുട്ടികളെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രോയിഡ് എന്തായാലും കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി ഉണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന ആ സെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷുവാലിറ്റി അല്ല. ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിനെ കാമിക്കുക, അതല്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യം കാമം തോന്നുന്നത് സെയിം സെക്സ് പേരൻറ്റിനോടാണ്. ഹോമോസെക്ഷൽ ഡിസയറാണ് ഏറ്റവും ആദ്യത്തെ ഡിസയർ. പെൺകുട്ടിക്ക് അമ്മയോടും ചെറിയ പ്രായത്തിൽ കേട്ടോ, അറിവില്ലാത്ത പ്രായത്തിൽ എന്നൊക്കെ നമ്മൾ പറയാം, പക്ഷെ മനസ്സിൻ്റെ ഓരോ ബലതന്ത്രങ്ങളാണല്ലോ. അപ്പോൾ ആൺകുട്ടിക്ക് അച്ഛനോടും ആണ് പ്രണയം, കാമം അവരറിയാതെ തന്നെ അവരിൽ സംഭവിക്കുന്നത്. പക്ഷേ വളർന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാവും, ഇത് ടാബു ആണ്, ഇത് പാടില്ല. പെൺകുട്ടി കാമിക്കേണ്ടത് ഒരു ആണിനെയാണ്, ആൺകുട്ടി കാമിക്കേണ്ടത് പെണ്ണിനെയാണ്. അതാണ് നോർമാലിറ്റീൻ്റെ ഒരു ഹെട്രോസെക്ഷലായിട്ട് വേണം നിങ്ങൾ വളരാൻ. അപ്പോൾ സെയിം സെക്സിനോടുള്ള അട്രാക്ഷൻ പാടില്ല. അപ്പോൾ അത് പറ്റുമ്പോൾ നമ്മളത് അടിച്ചമർത്തും, കുട്ടികളത് അടിച്ചമർത്തുമ്പോൾ അതിനൊരു നഷ്ടബോധം, സെൻസ് ഓഫ് ലോസ് ഉണ്ടാവും, നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആദ്യത്തെ പ്രണയം നമുക്ക് കാമം നമുക്ക്, ഡിസയർ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ അതിലൊരു മെലങ്കളി ഉണ്ടാവും. മെലങ്കളി എന്ന് പറഞ്ഞാൽ വിഷാദം വരും. അപ്പോൾ വിഷാദത്തിൻ്റെ ഒരു പ്രത്യേകത ഫ്രോയിഡ് പറയുന്ന ഒരു അവസാന ഘട്ടത്തുമ്പോൾ വിഷാദം
വിൽ ട്രൈ ടു ഇൻകോർപ്പറേഷൻ എന്നുള്ള അതായത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്ത് നഷ്ടപ്പെട്ട നമ്മളിഷ്ടപ്പെട്ട വസ്തുവിൻ്റെ അല്ലെ ആളുടെ ക്വാളിറ്റീസ് നമ്മളിൽ വളർത്താൻ ശ്രമിക്കും, ഇൻകോർപ്പറേറ്റ് ചെയ്യും നമ്മൾ. എന്നിട്ട് അങ്ങനെ ആ നഷ്ടത്തെ മറികടക്കാൻ ശ്രമിക്കും. നമ്മൾ അവരെന്നെ ആവാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ആര് നഷ്ടപ്പെട്ടോ അതാവാൻ നമ്മൾ ശ്രമിക്കും. ഇതൊക്കെ ബോധപൂർവ്വം നടത്തുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അബോധമായിട്ട് നമ്മൾ അതിലേക്ക് നീങ്ങും, അതിലെ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിലേക്ക് നീങ്ങും. അങ്ങനെ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അമ്മയെ ആയതുകൊണ്ട് അവൾ അമ്മയുടെ ക്വാളിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെ ആയതുകൊണ്ട് അച്ഛൻ്റെ ക്വാളിറ്റി, അച്ഛൻ മെയിലാണ്, അമ്മ ഫീമെയിലാണ്. അപ്പോൾ അമ്മയെപ്പോലെ ഒരു സ്ത്രീയായി വളരാനും അച്ഛനെ പോലെ ഒരു പുരുഷനായി വളരാനും ശ്രമിക്കും. പക്ഷേ ഇതിനെ ഫ്രോയിഡ് വിളിക്കുന്ന മെലങ്കോളിക് ഹെറ്ററോസെക്ഷുവാലിറ്റി എന്നാണ്. സങ്കടത്തോടെ, അത് പൂർണ്ണ സംതൃപ്തിയോടെ അല്ല, നഷ്ടബോധത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത്. ബട്ട്ലറെല്ലാം ഫ്രോയിഡിലും ഉണ്ട് മെലങ്കോളിയ ഇത് വരുന്നുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തത് ബട്ട്ലറാണ്, അത് മാത്രമേ ഉള്ളൂ. ആ ഇൻകോർപ്പറേഷനൊക്കെ ഫ്രോയിഡിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നഷ്ടബോധത്തിൽ നമ്മൾ ഇതാവാൻ ശ്രമിക്കുന്നാലും അതിൻ്റെ പിന്നിലൊരു ഷാഡോ പോലെ ഈ ഒരു വിഷാദം അത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ബട്ട്ലർ പറയുന്നുണ്ട്, വല്ലാതെ പുരുഷത്വം കാണിക്കുന്ന ആണുങ്ങളിൽ ഇത് കൂടുതലായിരിക്കും സെൻസ് ഓഫ് ലോസ്, വല്ലാതെ സ്ത്രൈണത കാണിക്കുന്ന സ്ത്രീകളിലും ഈ സെൻസ് ഓഫ് ലോസ് അത്രയും കൂടുതലുള്ളതുകൊണ്ടാണ് അവർ അത്രയും അമ്മയെ പോലെ ആവാനും അച്ഛനെ പോലെ ആവാനും അല്ലെ ആണാവാനും പെണ്ണാവാനും ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയണത് ഫെമിനിനിറ്റി ഈസ് നോട്ട്, ജെൻഡർ ഈസ് നോട്ട് ബീയിങ്, ഇറ്റ് ഈസ് ഡൂയിങ്. കാരണം നമ്മൾ ആവാൻ ശ്രമിക്കുകയല്ലേ, പ്രവൃത്തികളിലൂടെ, വേഷത്തിലൂടെ, ഭാവഭാവങ്ങളിലൂടെ, പെരുമാറ്റ രീതിയിലൂടെ, ഇരിക്കുന്നത് എങ്ങനെ, നിൽക്കുന്നത് എങ്ങനെ ഒക്കെ നമ്മൾ ആവാൻ, പെണ്ണായിട്ട് പെരുമാറാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. ഒരു പെർഫോമൻസാണ്. ഇറ്റ് ഈസ് എ ഡൂയിങ്, ഇറ്റ് ഈസ് നോട്ട് ബീയിങ്. അതൊരു സത്തയൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളെ പെണ്ണത്വവും നമ്മുടെ ആണത്വവും. സൈക്കോളജിക്കലി ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഡൂയിങ്ങിലൂടെ, ആക്ട്സിലൂടെ ആയതുകൊണ്ട് അവരതിനെ പെർഫോമേറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. പെർഫോമേറ്റിവിറ്റി. അപ്പോൾ എന്തുകൊണ്ട് അവർ പെർഫോമൻസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ല? നമ്മൾ നടിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം, അതിനെ പെർഫോമൻസ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് പെർഫോമേറ്റിവിറ്റി എന്നൊരു പുതിയ വാക്ക് അവർ കൊണ്ടുവന്നത്? അപ്പോൾ അവർ പറയുന്നത്, ഇപ്പം മമ്മൂട്ടി ഒരു റോൾ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയിലൊരു റോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അവരത് ഭംഗിയിൽ ചെയ്ത് പിന്നെ അവർ വീട്ടിൽ പോയി കിടന്നുറങ്ങും മോഹൻലാലായിട്ട്, മോഹൻലാലായിട്ട്. കാരണം അവർ എന്ത് റോള് ഇപ്പോൾ കാതലിലെ മമ്മൂട്ടി ഒരു ഹോമോസെക്ഷലായിട്ട് ഗേ ആയിട്ട് ഉഗ്രൻ അഭിനയമായിരുന്നു കേട്ടോ. ഗേ ആയിട്ട് അഭിനയിക്കുമ്പോഴും അയാളുടെ ഉള്ളിലെ ഹെറ്ററോസെക്ഷൽ യഥാർത്ഥ മമ്മൂട്ടിയുണ്ട്, ഭാര്യയും കുട്ടികളുള്ള മമ്മൂട്ടിയുണ്ട്. അത് തുടർന്ന് നിൽക്കും. ഈ റോള് തീരുന്നതോടെ അത് അയാളുടെ മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യും. പോയാലും ഇല്ലെങ്കിലും അയാളുടെ ജീവിതത്തിൽ നിന്ന് അത് പോയി കഴിഞ്ഞു, അത് സിനിമേൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു മമ്മൂട്ടി അവിടെയുണ്ട്, ഇവിടെ അതിൽ അയാൾ അഭിനയിച്ച് ഫലിപ്പിച്ച റോളുണ്ട്. അതിന് നമുക്ക് പെർഫോമൻസ് പറയാം. കാരണം പ്രയർ ടു ദാറ്റ് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു കർത്തൃത്വം അവിടെ ഉണ്ട്. നേരെ മറിച്ച് പെർഫോമേറ്റിവിറ്റി എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല. ഇപ്പോൾ ഈ ആണായിട്ട് അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ പെണ്ണായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം തിരിച്ചു പോകുന്ന ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ അവിടെ ഇല്ല, നിങ്ങളത് തന്നെയാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിവിറ്റി അതിന് മുമ്പ് ഇല്ല. ഓക്കെ, ഞാൻ വേറെ, എൻ്റെ ഈ റോള് വേറെ എന്നില്ല, നമ്മൾ തന്നെയാണ് ഈ ഡൂയിങ്ങിലൂടെ മേ ബി കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ആയിത്തീരുകയാണ്, മനസ്സ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുകയാണ്. അല്ലാതെ വേറൊരു നമ്മളും സ്ത്രീയായ നമ്മളും ഇല്ല, വേറൊരു പുരുഷനും സ്ത്രീയായ പുരുഷനും അങ്ങനെയില്ല. മമ്മൂട്ടി മോഹൻലാൽ അല്ലാതെ അങ്ങനെയാണ് പെർഫോമൻസ് എന്ന് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയർ ടു ദാറ്റ് ഒരു സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പെർഫോമേറ്റിവിറ്റി എന്ന് പുതിയ വാക്ക് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കൺസ്ട്രക്റ്റാണ്, കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക, അല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടായ. അപ്പോൾ ഹെറ്ററോ സെക്ഷുവാലിറ്റി തന്നെ കൺസ്ട്രക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. നാച്ചുറലി നമുക്ക് തോന്നുന്ന ഒരു സംഗതി അല്ല. അവിടെ ചിലപ്പോൾ ജൂഡിത്ത് ബട്ട്ലർ ലെസ്ബിയൻ ആയതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു നോട്ടം സാധ്യമായത്, പറയാൻ പറ്റില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരാം,
ഇതിങ്ങനെ എസൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ സ്ത്രീ സാഹിത്യ പഠന കേന്ദ്രം എന്ന് പറയും, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയും, അല്ലെ ജൂയിഷ് ഫെമിനിസം ഉണ്ട്, ലെസ്ബിയൻ ഫെമിനിസം ഉണ്ട്. അതൊക്കെ എങ്ങനെ സാധിക്കും? പിന്നെ എങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഇല്ലാതെ നമ്മളെങ്ങനെ മൊബിലൈസ് ചെയ്യും ആൾക്കാരെ? അതിനെങ്ങനെ സാധിക്കും? അതിനാണ്. അപ്പോൾ അതൊരു പ്രശ്നമായി ഫെമിനിസത്തിൽ. ഇത് സബ്ജക്റ്റിവിറ്റി നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്തു, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ജനങ്ങളെ കൂട്ടി സ്ത്രീകളെ കൂട്ടി നിങ്ങളൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള, സ്ത്രീ ഇല്ലെങ്കിൽ സ്ത്രീയെ ഡീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഫെമിനിസത്തിൽ സ്ത്രീ എന്നുള്ള ചോദ്യം. അതിന് ഉത്തരമായിട്ടാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്ന് കേട്ടിട്ടുണ്ടാവും. പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്, ഇന്ത്യൻ ആണല്ലോ, അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ. അപ്പോൾ അവരൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. ഇതിനുള്ള പരിഹാരമായിട്ട് അവർ സജസ്റ്റ് ചെയ്തത് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. അതായത് തൽക്കാലത്തേക്ക് ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി, ഒരു ഗോള് നേടാൻ വേണ്ടി നമ്മൾ യുണൈറ്റ് ചെയ്യുന്നു, സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമ്മൾ യുണൈറ്റ് ചെയ്ത് സമരം ചെയ്യുന്നു. അത് സ്ട്രാറ്റജിയാണ്, അത് തന്ത്രപരമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയല്ല ഉള്ളത്, പല സ്ത്രീകളെ ഉള്ളൂ. ഒറ്റ സ്ത്രീയോ സ്ത്രീ സത്തയോ ഇല്ല. നമ്മൾ സ്ത്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം അതിൽ ലക്ഷക്കണക്കിന് വ്യക്തികളായ സ്ത്രീകളും അവരുടെ ഐഡൻറ്റിറ്റിയും പ്രശ്നങ്ങളുമാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇത് വരുന്ന ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന് ഇതൊരു പ്രശ്നമാണ്, ഈ ഡീകൺസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റിവിറ്റി. സ്ത്രീ എന്ന ഐഡൻറ്റിറ്റി, ദളിത് എന്ന ഐഡൻറ്റിറ്റീനെ ഇപ്പോൾ നായർ ഐഡൻറ്റിറ്റി, OBC ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ സംഘടിക്കുന്നത്. ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന് ഇത് പ്രശ്നമായി. അപ്പോൾ അതിനുള്ള ഒരു ഐഡൻറ്റിറ്റി പോളിറ്റിക്സിനല്ലെങ്കിലും ഏത് തരം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിലും നമുക്കിതൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗായത്രി സ്പിവാക് സ്ട്രാറ്റജിക്, തന്ത്രപരമായിട്ട് സ്ത്രീ ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ച് നമ്മൾ സമരം ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഘട്ടം, സബ്ജക്റ്റിവിറ്റി നിർത്തുന്നതിന് മുമ്പ് ഒരു ഘട്ടം കൂടിയുണ്ട്. തേർഡ് വേവിൽ നമ്മൾ വരുമ്പോൾ ഓൾറെഡി സെക്കൻഡ് വേവിൽ തന്നെ ബ്ലാക്ക് അമേരിക്കൻസ്, ആഫ്രോ അമേരിക്കൻസ് എന്ന് പറയും, അമേരിക്കയിലുള്ള ബ്ലാക്ക്സ്. അതിലൊരു ഫേമസ് റൈറ്ററുണ്ട്, ആലിസ് വോക്കർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കളർ പേർപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായൊരു നോവൽ എഴുതിയിട്ട്, കളർ പേർപ്പിൾ, ആലിസ് വോക്കർ എന്നാണ് പേര്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഈ ഫെമിനിസ്റ്റുകൾ അധികവും, അമേരിക്കയിലെ ഫെമിനിസ്റ്റുകൾ അധികവും ഒരു യൂറോ അമേരിക്കൻ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് സ്ത്രീയുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നത്. അതായത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ബെറ്റി ഫ്രീഡൻ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് അകത്തിരിക്കുമ്പോൾ വല്ലാതെ സങ്കടം വരുന്നു, അപ്പോൾ അവരെ പുറം ലോകത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന്. അപ്പോൾ ഇവർ പറയും, ആഫ്രോ അമേരിക്കൻസ് പറയും, ഞങ്ങളെ സ്ത്രീകൾ പണ്ട് മുതലേ പാടത്തും ഫാക്ടറിയിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നാൽ മതി, ഞങ്ങൾക്ക് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ സന്തോഷമാണ്, ഇവർക്ക് എങ്ങനെയെങ്കിലും കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ച് പുറത്തിറങ്ങുക. കണ്ടോ, രണ്ടും സ്ത്രീകളാണ്, അവരുടെ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ ആയിത്തീരുന്നതാണ്. അപ്പോൾ ഒരു ഫെമിനിസം പോരല്ലോ, നമുക്ക് പലതരം ഫെമിനിസങ്ങൾ ആവശ്യം. അപ്പോൾ അവർ പറഞ്ഞു, ഈ യൂറോ അമേരിക്കൻ ഫെമിനിസ്റ്റുകൾ, വൈറ്റ്സ്, വെള്ളക്കാരായ സ്ത്രീകളുടെ ഫെമിനിസം ഞങ്ങളുടെ ഫെമിനിസം ആവില്ല. കാരണം ഞങ്ങളെ ഫെമിനിസത്തിൽ വേറെയും കുറേ സ്ട്രാൻഡ്സ് ഉൾച്ചേർക്കണം. എന്താ വെച്ചാൽ, വി ആർ ബ്ലാക്ക്സ്, ദെൻ റേസ്, ക്വസ്റ്റ്യൻ ഓഫ് റേസ് നമ്മൾ എന്തായാലും പരിഗണിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ഓഫ് ക്ലാസ്, ഞങ്ങൾ പലരും പുവറാണ്, ഞങ്ങൾക്ക് ജോലിയില്ല, ജോലി സാധ്യതയില്ല. അപ്പം പോവർട്ടി, ക്ലാസ്സും റേസും ജെൻഡറിൻ്റെ കൂടെ പരിഗണിക്കണം. അല്ലാതെ നിങ്ങൾ വൈറ്റ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് കുറേ നിങ്ങൾക്ക് ഉള്ള ചില മാനസികമായ ചില അസന്തുഷ്ടികൾ തീർക്കാൻ വേണ്ടി ഫെമിനിസത്തിലേക്ക് വന്നാൽ അത് ഞങ്ങളുടെ ഫെമിനിസം ആവണമെന്നില്ല. അതുകൊണ്ട് ആലിസ് വോക്കർ സ്പീക്സ് അബൌട്ട് ട്രിപ്പിൾ ഒപ്രഷൻ. 3 തലത്തിലുണ്ട് അവർക്ക് ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ, റേസായിട്ടും വി ആർ ബ്ലാക്ക്സ്, ക്ലാസ് ആയിട്ട് വി ആർ പുവർ, ആൻഡ് ദെൻ ജെൻഡർ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ റേഷ്യൽ സ്ട്രഗിളിൽ അവരുടെ ആണുങ്ങളെ കൂടെ നിന്നേ മതിയാവുള്ളൂ. കാരണം ഇവർക്കും റേസ് ഉണ്ടല്ലോ, പെണ്ണുങ്ങളും ആ റേസിൽ തന്നെയാണല്ലോ. അതേസമയം പേട്രിയാർക്കി ഉണ്ട് അവരുടെ ആണുങ്ങൾക്കും, വീട്ടിലവരെ അടിച്ചമർത്താൻ ശ്രമിക്കും. അപ്പോൾ ട്രിപ്പിൾ ഓപ്പറേഷൻ അത് സംസാരിക്കണം. അപ്പം ഞാൻ പറയണ ആ ഡിഫറൻസ്, ആൺ പെൺ ഡിഫറൻസ് മാത്രമല്ല, പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഡിഫറൻസും എല്ലാം പുറത്തു വരികയാണ്. മനസ്സിലായില്ലേ? സ്ത്രീകളെല്ലാം, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീകൾ ഓരോരുത്തരും വ്യത്യസ്തരാണെന്നുള്ളതിലേക്ക് അടുക്കുകയാണ്, പ്രാക്ടിക്കലി അടുക്കുകയാണ്. ഇങ്ങനെ വേറെ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി, അതിന് അവരിട്ട പേര് വുമണിസം എന്നാണ്.
വുമണിസം. അത് ആലിസ് വോക്കർ കോയിൻ ചെയ്തൊരു ടേമാണ് വുമണിസം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഒപ്രഷൻ ആലോചിക്കുക, അല്ലാതെ വെറും വെള്ളക്കാരുടെ ഫെമിനിസം അല്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം. അതുകൊണ്ട് ഈ മൊമെൻറ്റിലാണ് ഫെമിനിസംസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല, ദളിതുകൾ, ഇന്ത്യയിലെ ദളിതുകളുടെ ഫെമിനിസം, അല്ലെങ്കിൽ എന്താ ജൂയിഷ്, ഞാൻ പറഞ്ഞ പോലെ ലെസ്ബിയൻ ഫെമിനിസം, ലെസ്ബിയൻസ്. മൊണീക് വിറ്റിഗ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ക്രിട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, ലെസ്ബിയൻസ് ആർ നോട്ട് വിമൻ. കാരണം ഞങ്ങളെ പ്രശ്നങ്ങളെ അല്ല സാധാരണ സ്ത്രീകൾ ചർച്ച ചെയ്യുന്ന ലെസ്ബിയൻസിൻ്റെ പ്രശ്നമില്ല, വി ലെസ്ബിയൻസ് ആർ നോട്ട് വിമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഗ്രൂപ്പ് വേണം. ലെസ്ബിയൻ ഫെമിനിസം, ജൂയിഷ് ഫെമിനിസം, ഇസ്ലാമിക് ഫെമിനിസം, അങ്ങനെ പലതരം ഫെമിനിസങ്ങൾ, ഒരു പ്രോളിഫറേഷൻ ഓഫ് ഫെമിനിസംസ് സംഭവിക്കുന്നതും ഒക്കെ ആ രണ്ടാം തരംഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ്. പിന്നെ മൂന്നാം തരംഗത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ രണ്ടാം തരംഗത്തിലെ പ്രധാന വാക്കുകൾ ഡിഫറൻസ് ഉണ്ട്, പേട്രിയാർക്കിയുണ്ട്. ആദ്യം പേട്രിയാർക്കിയെ ചോദ്യം ചെയ്യൽ, പിന്നെ ഡിഫറൻസിലേക്ക് അടുക്കുന്നു. ഏത് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ആദ്യം, പിന്നെ സ്ത്രീകളുടെ ഇടയിലുള്ള ഡിഫറൻസസ് ചർച്ച ചെയ്ത് വരുമ്പോൾ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്നുള്ള ഒരു വാക്കിലേക്ക് എത്തും. ഇൻ്റർസെക്ഷനാലിറ്റി, അതിന് ഒരു കഥ ഞാൻ പറയാം. അത് ആ വാക്ക് എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നതെന്നുള്ളത്. അത് രൂപപ്പെടുത്തിയ ആൾ ഒരു അമേരിക്കൻ, ആഫ്രോ അമേരിക്കൻ അഡ്വക്കേറ്റ്, ഒരു സ്ത്രീ അഡ്വക്കേറ്റാണ്. അവരുടെ പേര് കിംബർലി ക്രെൻഷോ. കിംബർലി, KIMBERLE ആണ്, അവസാനം വയ്യല്ല, അതിനൊരു ആക്സൻറ്റ് മാർക്ക്. ഈ കിംബർലി ക്രെൻഷോ, CRENSHAW. അപ്പോൾ അവർ എങ്ങനെ ആ വാക്കിലേക്ക് എത്തിയെന്ന് അവർ പറയണത്, അവരൊരു കേസ് കണ്ടു, എമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ. അപ്പോൾ എമ്മ ഒരു ബ്ലാക്ക് അമേരിക്കൻ സ്ത്രീയാണ്. അപ്പോൾ അവരൊരു കാർ കമ്പനിയിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് അവരൊരു ബ്ലാക്ക് അമേരിക്കൻ വനിത ആയതുകൊണ്ട് അവർക്ക് ആ ജോലി കിട്ടിയില്ല. അപ്പോൾ അവരതിനെപ്പറ്റി ഒരു കേസ് കൊടുത്തു. അപ്പോൾ കേസ് കേട്ട ജഡ്ജ് പറഞ്ഞത്, കമ്പനിയുടെ വശവും കേട്ടപ്പോൾ കമ്പനി വാദിച്ചു, ഞങ്ങൾ ബ്ലാക്സിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ, എത്രയോ ബ്ലാക്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്ത്രീകളെ എംപ്ലോയ് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ, എത്രയോ സ്ത്രീകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കമ്പനി വാദിക്കുകയും ജഡ്ജ് അത് അംഗീകരിക്കുകയും ചെയ്തു. ഇവരെ കേസ് തള്ളിപ്പോയി. അപ്പോഴാണ് കിംബർലി ക്രെൻഷോ പറയുന്നത്, ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ സ്ത്രീ നിൽക്കുന്നത് രണ്ട് റോഡ്സ് ക്രോസ്, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ്, രണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇവൾ ഒന്ന് ബ്ലാക്ക് റേസിൻ്റെ റോഡ്, ഒന്ന് ജെൻഡറിൻ്റെ റോഡ്. അപ്പോൾ റേസിൻ്റെ റോഡിലുള്ളവർക്ക് കമ്പനി ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട്, ബ്ലാക്സിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ജെൻഡറിൻ്റെ റോഡിലുള്ളവർക്കും ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട്, വിമനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എമ്മ നിൽക്കുന്നത് ഈ രണ്ട് റോഡും ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനിലാണ്. റേസും ഉണ്ട്, ജെൻഡറും രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് നീതി കിട്ടിയില്ല. മറ്റേതിന് നീതിയുണ്ട്, ഇതിന് നീതിയില്ല. അത് കോടതി പോലും കാണുന്നില്ല. ഇവരുടെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വുമൺ ആയിട്ടുള്ള ആൾക്കാരെ കമ്പനി ചെയ്തിരിക്കുന്നത്, അധ്വാനം വേണ്ടതിലൊക്കെ ബ്ലാക്ക് മെന്നിനെ നിയോഗിച്ചു. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന നല്ല പ്രസൻറ്റബിൾ ലേഡീസ് വേണ്ടടുത്ത് വൈറ്റ് വിമനെയും എംപ്ലോയ് ചെയ്തു. അപ്പം വിമനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, ബ്ലാക്സിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ തെറ്റ്, എന്ത് ഡിസ്ക്രിമിനേഷനാണ് ഞങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കുന്നത്. പക്ഷെ ബ്ലാക്ക് വിമനെ കമ്പനി എടുക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവർ പോയിൻ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ, ഒരു വ്യക്തിയിൽ പല കാര്യങ്ങൾ സംയോജിക്കുന്നുണ്ട്. അപ്പോൾ ഫെമിനിസം അതും കൂടി കണക്കിലെടുത്ത് ഇൻ്റർസെക്ഷണൽ ഫെമിനിസം വേണം നമുക്ക്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഐസൊലേഷനിൽ കണ്ടാൽ പോരാ, വിമൻ ഒന്ന് ബ്ലാക്സ് ഒന്നൊന്ന് കണ്ടാൽ പോരാ, ഇത് ക്രിസ് ക്രോസ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോഴാണ് ആ ഒരു പുതിയ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പേരില്ലാത്ത പ്രശ്നം എന്നാണ് ഫെമിനിൻ മിസ്റ്റീക്കിൽ ബെറ്റി ഫ്രീഡാൻ പറഞ്ഞത്. അമേരിക്കൻ ഹൗസ് വൈഫ്സിൻ്റെ വിഷാദം, പേരില്ലാത്ത പ്രശ്നം. പേര് വരുമ്പോഴേ അത് ചർച്ചയാവുള്ളൂ. ഓരോന്നിനും ഒരു ടേം, നമുക്ക് അങ്ങനെ പിൻ പോയിൻ്റ് ചെയ്യാൻ ഒരു ടേം വേണം. പേരില്ലാത്തതൊന്നും ഒരിക്കലും ചർച്ചയാവില്ല, പ്രശ്നമായി കാണപ്പെടില്ല, പരിഹാരവും ഉണ്ടാവില്ല. അപ്പോൾ പേരിടൽ വളരെ പ്രധാനമാണ്. പണ്ട് പേരിട്ടിരുന്ന മുഴുവൻ ബിബ്ലിക്കൽ സ്റ്റോറി നിങ്ങൾ എടുക്കുകയാണ്, ആദമാണ്
സൃഷ്ടി കഴിഞ്ഞ പിന്നെ എല്ലാറ്റിനും പേരിട്ടത്. അപ്പോൾ പുരുഷൻ ആണ് എല്ലാറ്റിനും പേരിട്ട് നിർവഹിച്ച് വെച്ചത്. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ കുറേ പ്രശ്നങ്ങളുണ്ട് പേരില്ലാത്തത്. അതിന് നമ്മൾ തന്നെ പേര് കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ മാത്രമേ അത് പൊതുശ്രദ്ധയിലേക്ക് വരുള്ളൂ. അതാണ് ആ ഒരു നെയിമിങ് ആണ്. ഇൻ്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു പദത്തോട് ഒരു വലിയ അവയർനെസ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു വ്യക്തി എടുക്കുമ്പോൾ നമ്മൾ 1-2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ പോലെ എല്ലാം, ഇപ്പോൾ റേസും കാസ്റ്റും മതവും മാത്രം പോരാ, ഏബിളിസം, ഏജിസം എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അതായത് ശാരീരിക ക്ഷമത കുറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, അംഗവൈകല്യമുള്ള ആൾ, ഏബിളിസം എന്ന് പറയുന്നത് അതിനാണ്. ഡിസേബിൾഡ് ആൾക്കാർ, ഏജിസം, പ്രായമുള്ളവരുണ്ടാവും. ഇപ്പോൾ ഈവൻ ബസ്സിൻ്റെ സ്റ്റെപ്പ് പോലും പ്രായമുള്ള ഒരാൾക്ക് കയറാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ എത്രത്തോളം ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ് നമ്മളുടെ ഓരോ സിസ്റ്റംസ് അറിയണമെങ്കിൽ നമ്മളിതൊക്കെ കൺസിഡർ ചെയ്യണം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരെ ഏജ്, ഇപ്പോൾ വോട്ടർ പട്ടിക ഫില്ല് ചെയ്യണം. ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ആലോചിക്കുന്നു, മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ എങ്ങനെ, ആരെങ്കിലും സഹായം കൂടാതെ അവർക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ്റെ നിലവാരം, റേസ്, ക്ലാസ്, ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ എല്ലാം കൂടെ സെക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വ്യക്തി. അപ്പോൾ വ്യക്തിക്ക് നീതി ഉറപ്പാക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവും. അതാണ്. അപ്പോൾ ഡിഫറൻസ് ഫൈനറാക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. അതാണ് ഈ സബ്ജക്റ്റിവിറ്റിൻ്റെ ഒരു ഗുണം. നമ്മൾ ആദ്യം ഞങ്ങൾ ആണുങ്ങളെ പോലെ ഞങ്ങൾക്ക് തുല്യാവകാശം എന്ന് പറഞ്ഞതിൽ നിന്നും കൂടുതൽ സെൻസിറ്റീവായിട്ട്, കൂടുതൽ സൂക്ഷ്മമായിട്ട് നീതിയെ നമുക്ക് നിർവചിക്കാൻ പറ്റും ഇത്തരം സബ്ജക്റ്റിവിറ്റിയെ പറ്റി ഇത്തരം ഡിസ്കഷൻസ് നടക്കുമ്പോൾ. ആരാണ് സബ്ജക്റ്റ്? ഒന്നാമത് കൺസ്ട്രക്റ്റാണ്, ശരിക്കുള്ളതല്ല. പിന്നെ ഡിഫറൻ്റാണ്. ആ ഡിഫറൻസസ്, എല്ലാ തരത്തിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കണം എന്നുള്ളത് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക്, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് നീതി കിട്ടുന്ന കാര്യം മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഗ്രൂപ്പിന് വോട്ടവകാശം, ഗ്രൂപ്പിന് പ്രോപ്പർട്ടി അവകാശം, അത് മാത്രമല്ല നമ്മളിൽ ഓരോരുത്തർക്കും നമ്മളെ ഏജ് എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, എല്ലാം അനുസരിച്ച് നമ്മൾക്ക് നീതി കിട്ടണം എന്നുള്ള സൂക്ഷ്മ തലങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇൻ്റർസെക്ഷനാലിറ്റിയുടെ. ഇനി അത് ഫൈനറാക്കാനുള്ള മെത്തേഡ്സൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കും. ടിൽ ദ ലാസ്റ്റ് വുമൺ ഇസ് ഫുള്ളി ലിബറേറ്റഡ്, ഫെമിനിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത് ആ ലാസ്റ്റ് ഓരോ വുമണിലേക്കും, ഇൻഡിവിജ്വൽ വുമണിലേക്ക് എത്താനുള്ള ഒരു യാത്രയാണ് ഈ സബ്ജക്റ്റിവിറ്റി തിയറിയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ വീക്ക്നെസ് അല്ല, അതിൻ്റെ ശക്തിയാണ്. അപ്പോൾ വേണ്ടടുത്ത് നമുക്ക് സ്ത്രീ എന്ന് പറഞ്ഞ് സംഘടിക്കാം, സ്ട്രാറ്റജിക് എസെൻഷ്യൽസ് ഉപയോഗിക്കാം. പക്ഷെ ആ മനസ്സിലാക്കൽ മാത്രം പോരാ, ഓരോ സ്ത്രീയും അവളിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു കൂടുതൽ സൂക്ഷ്മമായ നീതിബോധത്തിലേക്ക് ഫെമിനിസത്തെ എത്തിക്കുകയാണ് ഈ സബ്ജക്റ്റിവിറ്റി തിയറീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേജായിട്ട് പുരുഷനിലേക്കും എത്തുന്നുണ്ട്. ഈ നീതിബോധം സ്ത്രീയിൽ ഒതുങ്ങാതെ പുരുഷനിലേക്കും വരുന്നുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോഴത്തെ അറിവനുസരിച്ച് പുരുഷനും പേട്രിയാർക്കിയുടെ ഇരയാണ്. അല്ലെങ്കിൽ ഒരു കാലത്തും ശത്രുപക്ഷത്തൊന്നും പുരുഷനെ കണ്ടിട്ടില്ല ഫെമിനിസം. ഞാൻ എപ്പോഴും അതിന് കൊടുക്കുന്ന ഉദാഹരണം, പുരുഷൻ്റെ പേട്രിയാർക്കിയെ പറ്റി പറയുമ്പോൾ, നമ്മളിപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വെള്ളക്കാർക്കെതിരെയല്ലേ സമരം ചെയ്തത്. പക്ഷേ ഗാന്ധിജി ഏറ്റവും നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന് വെള്ളക്കാരോട് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തിനെയാണ് എതിർത്തത്? അവരുടെ കൊളോണിയൽ ടെൻഡൻസീസിനെയാണ് എതിർത്തത്, അവരുടെ ഇമ്പീരിയലിസത്തിനെയാണ് എതിർത്തത്. അല്ലാതെ വെള്ളക്കാരായ സ്ത്രീ പുരുഷന്മാരോട് ഗാന്ധിജിക്ക് യാതൊരു വെറുപ്പോ എതിർപ്പോ ഇല്ല. അതുപോലെ തന്നെയാണ് ഫെമിനിസം പേട്രിയാർക്കിയെ പറ്റി പറയുമ്പോൾ, ആണുങ്ങളോട്, ഇൻഡിവിജ്വൽ മെന്നിനോട് ഒരു കാലത്തും ഫെമിനിസത്തിന് ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അൺലെസ് ഇഫ് യു ആർ വെരി പേട്രിയാർക്കൽ, നിങ്ങളിലെ അധികാരം, പുരുഷനിലെ ആ അധികാരത്തെയാണ് ചോദ്യം. സ്ത്രീക്ക് മേലുള്ള അധികാരത്തെ പുരുഷനെ ചോദ്യം ചെയ്തിട്ടേ ഇല്ല, പുരുഷനെ വെറുത്തിട്ടും ഇല്ല. ചിലർ ലെസ്ബിയൻസ് ആണെന്നുള്ള അത് അവരുടെ പേഴ്സണൽ ചോയ്സ്, അവരും പുരുഷന്മാരെ വെറുത്തിട്ടേ ഇല്ല. അപ്പോൾ വെറുപ്പിൻ്റെ ഒരു അംശം ഫെമിനിസത്തിൽ ഒരു കാലത്ത് അത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾക്ക് അങ്ങനെ തോന്നുകയാണ്. പേട്രിയാർക്കിയെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ നീതിബോധം വികസിച്ചിട്ട് ഇപ്പോൾ ഫെമിനിസം ഇസ് ഫോർ എവ്രിബഡി എന്ന് പറഞ്ഞ് ബെൽ ഹുക്സിൻ്റെ പ്രസിദ്ധമായ, വളരെ സിമ്പിൾ, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്, ചെറിയ പുസ്തകമാണ്, ഫെമിനിസം ഇസ് ഫോർ എവ്രിബഡി. അത് ബെൽ ഹുക്സ് എഴുതിയതാണ്. ബെൽ ഹുക്സിൽ ബി എപ്പോഴും സ്മോൾ ലെറ്റർ എഴുതുക, അവർ എച്ച് എപ്പോഴും സ്മോൾ ലെറ്റർ. ബെൽ ഹുക്സ് വളരെ മനുഷ്യത്വത്തോടെ
ഫെമിനിസ്റ്റ് തിയറിയെ സമീപിച്ച ഒരാളാണ്. അത് ആ മനുഷ്യത്വമുള്ളതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ റൈറ്റിംഗ് വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ അവരാണ്. അപ്പോൾ എവരിബഡി പറഞ്ഞാൽ പുരുഷനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഫെമിനിസം എന്തിനാണ് പുരുഷനെ ഫെമിനിസത്തിലേക്ക് കൊണ്ടുവരുന്നത്? എന്താണ് പേട്രിയാർക്കി പുരുഷനോട് ചെയ്യുന്നത്? പേട്രിയാർക്കി ഒന്നാമത് പുരുഷനോട് ചെയ്യുന്നത്, നമ്മൾക്ക് ആണത്ത സങ്കല്പം ഉണ്ടല്ലോ, അതാണ് ആദ്യം ചെയ്യുന്നത്. മീശ പിരിക്കുന്ന മിലിറ്ററി മെൻറ്റാലിറ്റിയുള്ള ആണത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക ഇങ്ങനെ മുണ്ടും മാട്ടിക്കെട്ടി ഇങ്ങനെയൊക്കെ ആക്കി നടക്കുന്ന ആ ഒരു മാച്ചോ ആയിട്ടുള്ള ഒരു ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ, ആണുങ്ങൾ കരയാൻ പാടില്ല. ഈ കരയുന്ന ആൾക്കാർ എഫെമിനറ്റ് ആണെന്ന് പറയും. അവർ ഇമാസ്ക്യുലേറ്റ്, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ഇമാസ്ക്യുലേറ്റഡ് ആണെന്ന് പറയും. ആണത്തം ഇല്ല, കരയുന്നു, വികാരം കൊള്ളുന്നു പെണ്ണുങ്ങളെപ്പോലെ എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കും. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഇമോഷണൽ സ്പെക്ട്രമുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ. പുരുഷനും നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളുണ്ട്, പക്ഷെ അത് സുന്ദരമായിട്ട് പ്രകടിപ്പിക്കുന്ന. എന്നിട്ട് നമ്മൾ തന്നെ ചാരി ഇരുന്ന് കംപ്ലൈൻറ്റും പറയാം, മൂപ്പർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും ഒട്ടും അറിയില്ല, ആണാവണമെന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം അയാൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടും അറിയില്ല എന്നും പറയും. അപ്പോൾ പേട്രിയാർക്കിയുടെ ഒരു കളിയാണത്. ആ ഇമോഷണൽ ലൈഫ് പുരുഷനെ പൂർണ്ണമായിട്ട് വികസിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ യുദ്ധം നടക്കുമ്പോഴൊക്കെ ഫ്രണ്ടിൽ എപ്പോഴും ആണുങ്ങളല്ലേ സോൾജിയേഴ്സായിട്ട് പോകുന്നത്. അതാരും നിശ്ചയിച്ചു ആണുങ്ങൾ പോയാൽ മതി, പെണ്ണുങ്ങൾക്ക് യുദ്ധം, ഈക്വാളിറ്റിക്ക് വേണ്ടിയല്ല, യുദ്ധം ഒരു നല്ല സാധനമൊന്നുമല്ല. പക്ഷേ ഈ ആണുങ്ങളെ മാത്രം ഇതിലേക്ക് ചാവേറുകളായിട്ട് പറഞ്ഞയക്കുന്നത് എന്തിനാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ പണ്ട് മുതലേ നമ്മൾ പറയും ആണാണ് ബ്രെഡ് വിന്നർ, പെണ്ണ് തൊഴിലൊന്നും എടുക്കേണ്ട സുഖം. അപ്പോൾ എൻ്റെ പണ്ടൊരു ക്ലാസ്മേറ്റ്, നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖം, PG കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനം, ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക ചോദിച്ചത്. ഒരു പുരുഷനാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ എന്ന്. ശരിയല്ലേ? പഴയ സങ്കല്പം അനുസരിച്ച് ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ തൊഴിലില്ലാത്ത പുരുഷൻ്റെ ആ ഒരു സംഘർഷം നമ്മളെ കേരളത്തിലെ ഇപ്പോൾ കള്ളക്കടത്തും ഓരോ ഡ്രഗിൻ്റെ ഇതൊക്കെ പിടിക്കുമ്പോൾ ആ യുവാക്കളെ മുഖം ഞാൻ നോക്കും, മെലിഞ്ഞ് കഷ്ടപ്പാട്. അതിനെ ന്യായീകരിക്കുകയല്ല, അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല, പക്ഷെ ആ തൊഴിലില്ലായ്മയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഹൈറ്റാണ് നമ്മളവിടെ കാണുന്നത്. അത് കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥരാണ്. അവരെ തൊഴിലില്ലാതെ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി, അതും ബ്രെഡ് വിന്നറാണല്ലോ, കല്യാണം കഴിക്കാത്ത പെങ്ങളുണ്ടാവും, അമ്മ രോഗശൈലിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കാണണം, ഇതിൻ്റെ പിന്നിലുള്ള സങ്കടങ്ങൾ, ആണുങ്ങളുടെ സങ്കടങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഫെമിനിസം അതിലേക്കൊക്കെ ഇപ്പം നോട്ടം അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫെമിനിസം ഇസ് ഫോർ എവരിബഡി. അപ്പോൾ പേട്രിയാർക്കിയുടെ വിക്റ്റിം തന്നെയാണ്, ആണത്ത സങ്കല്പത്തിൻ്റെ വിക്റ്റിമാണ് ആണുങ്ങളും. അതുകൊണ്ടാണ് അവരും ഫെമിനിസത്തിൽ ചേരണം. കാരണം ഫെമിനിസം ഇസ് ദ ഓൺലി വേ ഔട്ട്. ഈ പേട്രിയാർക്കിയുടെ പിടുത്തത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുന്നത് സ്ത്രീവാദം. വേറെ ഒരു എന്താ പറയുക തിയറിറ്റിക്കൽ മേഖലയും നമ്മളെ അതിന് സഹായിക്കുന്നില്ല. പേട്രിയാർക്കിയെ ചോദ്യം ചെയ്യുന്നത് ആകെ ഫെമിനിസം മാത്രമാണ്. അതുകൊണ്ട് വി ആർ ഇൻവൈറ്റിംഗ് മെൻ ഇൻ ടു ദ ഫോൾഡ് ഓഫ് പേട്രിയാർക്കി എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് മാത്രമല്ല, പുരുഷനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഫെമിനിസത്തിലെ ഈ നീതിബോധം. ഇപ്പോൾ സൈബോർഗ് ഫെമിനിസം, ഫോർത്ത് വേവിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ടെക്നോളജിയെ എങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമാവുന്ന വിധത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചിന്തകൾ വരുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ പോസ്റ്റ് ഹ്യൂമൻ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. റോസി ബ്രെയ്ഡോട്ടിയൊക്കെ അതിൻ്റെ ആൾക്കാർ, ROSI, റോസി SI ആണ് കേട്ടോ, അല്ല ബ്രെയ്ഡോട്ടി, BRAIDOTTI, റോസി ബ്രെയ്ഡോട്ടി ഒക്കെ. അവരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഫെമിനിസ്റ്റുകളാണ്. ഷീസ് റിട്ടൻ എ ബുക്ക്, പോസ്റ്റ് ഹ്യൂമൻ ഫെമിനിസം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യരിൽ ഒതുങ്ങി നിന്നാൽ പോരാ നമ്മളുടെ നീതിബോധവും കരുണയും. വി ഷുഡ് നോട്ട് ബി ആന്ത്രോപ്പോസെൻട്രിക് എന്ന് പറഞ്ഞാൽ മനുഷ്യകേന്ദ്രികം. ആൻഡ്രോസെൻട്രിക് എന്നും മനുഷ്യകേന്ദ്രിതമാണ്. ഇവിടെ മനുഷ്യരാണ് ആവശ്യം. മനുഷ്യകേന്ദ്രിതം മാത്രമാവരുത് നമ്മൾ മൃഗങ്ങളിലേക്കും മറ്റ് ജീവജാല. അപ്പോൾ ബഷീറൊക്കെ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരും എന്നുള്ള ആ ഒരു ചിന്ത കൂടി അതായത് വെറും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഇപ്പോഴത്തെ ഫെമിനിസം പറയുന്നത്. പോസ്റ്റ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വേൾഡ് മാത്രം പോരാ, ടെക്നോളജി, ടെക്നിക്കലായിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക പ്രോസ്തെറ്റിക് ലിംബ്,
ഒരു മനുഷ്യൻ, അത് സൈബോഗ് എന്ന് പറയാം, മനുഷ്യനും ടെക്നോളജി കൂടെ ചേർന്നപ്പോൾ കയ്യും കാലും നഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കയ്യും കാലും ഒക്കെ ഉണ്ടെന്ന് പറയണം, പ്രോസ്തെറ്റിക് അതുണ്ട്. പിന്നെ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ വെക്കുന്നില്ല, ചിലർക്ക് കേൾക്കണമെങ്കിൽ അതുണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ മാൻ മെഷീൻ ഇൻ്റർഫേസിനെ പറ്റി പറയുന്ന ഫെമിനിസം ഉണ്ട്. പോസ്റ്റ് ഹ്യൂമനിൽ വരുമ്പോൾ ആ ടെക്നോളജി ഉണ്ട്, പ്ലസ് മറ്റ് ജീവജാലങ്ങൾക്ക് എങ്ങനെ നമ്മൾ നീതി ഉറപ്പാക്കണമെന്ന് പറയുന്ന പോസ്റ്റ് ഹ്യൂമൻ ഫെമിനിസം. അല്ല നമ്മൾ മാത്രമല്ല രാജാക്കന്മാർ, മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കണം, അതിനുള്ള സൗകര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വികസിച്ച് വരുന്നത് കണ്ടു, ഫെമിനിസത്തിലെ തരംഗങ്ങളും സബ്ജക്റ്റിവിറ്റിയെ പറ്റിയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും. അപ്പോൾ വേറൊന്ന് ഞാൻ പറയാം, എന്തായാലും വെയ്വ്സ് പറഞ്ഞതുകൊണ്ട് പോസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. 90s-ലും 2000 ആദ്യമൊക്കെ പോസ്റ്റ് ഫെമിനിസം പറയുന്ന ഈ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന് പുരുഷൻ നമ്മുടെ ആലയാണ്, ഒരു കോംറേഡ് ഇൻ അവർ സ്ട്രഗിൾ എന്നൊക്കെയാണ് ബെൽ ഹുക്സ് പറയാം. നമ്മളുടെ ഒരു ആലൈ, അല്ലാതെ ശത്രുവായിട്ട് കാണുന്ന ഫെമിനിസത്തിൻ്റെ കാലം കഴിഞ്ഞു. അതാണ് ഒന്ന് പോസ്റ്റ് ഫെമിനിസം പറയുന്നത്. വേറൊന്ന് അവർ പറയുന്നത് സ്ത്രീകളെ വെറും വിക്ടിംസ് ആയിട്ടാണ് ഏർലിയർ ഫെമിനിസം കണ്ടിരുന്നത്, ഇരകളായിട്ട് മാത്രം. അതൊന്നുമല്ല, സ്ത്രീക്ക് പവറുണ്ട്. അപ്പോൾ സ്ത്രീയുടെ പവറിനെ പറ്റിയും നമ്മൾ വെറും വിക്ടിമൈസേഷനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് പോസ്റ്റ് ഫെമിനിസം, പഴയ ഫെമിനിസത്തിൽ നിന്നും മാറി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഫെമിനിസവും തേർഡ് വേവും തമ്മിൽ ഏതാണ്ട് ഒരേ കാലത്ത് വന്നതാണ്. ഒരു പ്രധാന വ്യത്യാസം എന്താ വെച്ചാൽ, തേർഡ് വേവ് പഴയകാല ഫെമിനിസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അവരെ കാണുന്നത്, അല്ലാതെ അവർ തെറ്റാണെന്നൊന്നും അവർ പറയുന്നില്ല. പോസ്റ്റ് ഫെമിനിസം കുറച്ചും കൂടി അവരെ വലിച്ചെറിയാനുള്ള ഒരു, ചരിത്രത്തെ മറക്കാനുള്ള ഒരു ടെൻഡൻസി പോസ്റ്റ് ഫെമിനിസത്തിലുണ്ട്. തേർഡ് വേവിൽ അതില്ല. സെക്കൻഡ് വേവ് കഴിഞ്ഞുള്ള ഞങ്ങളൊരു തുടർച്ചയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതാണ് അതിലെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതോടെ നമുക്ക് സബ്ജക്റ്റിവിറ്റിയെ, പിന്നെ ഇൻ്റർനെറ്റ് വന്നു, സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ആക്ടിവിസം ഫെമിനിസത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഫോർത്ത് വേവ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയും റേപ്പ് കൾച്ചറിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരെ കൂട്ടി അതിനെതിരെയുള്ള സംഭവങ്ങളൊക്കെ, മാർച്ചുകളും ഒക്കെ നടത്താൻ തുടങ്ങി. അതും കഴിഞ്ഞ് 2017 നമുക്ക് മീ ടു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതൊരു ഇൻ്റർനെറ്റ് ആക്ടിവിസം തന്നെയാണല്ലോ. അപ്പോൾ അതാണ് പിന്നീട് വരുന്ന ഫോർത്ത് ഫിഫ്ത്ത് ഫെമിനിസം. അത് കുറച്ച് ഓവർലാപ്പിംഗ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റിവിറ്റി. നമുക്ക് കുറച്ചുകൂടി പോയിക്കൂടെ? നിങ്ങൾക്ക് ഈ പീരിയഡ്സ് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ, വേവിൻ്റെ പീരിയഡ് ഫ്രം വിച്ച് ഇയർ ടു വിച്ച് ഇയർ എന്നുള്ളത്. കാരണം ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. ഫസ്റ്റ് വേവ് 1848 to 1920, 1848 മുതൽ 1920. അപ്പോൾ 20 കൾമിനേറ്റ് ചെയ്യുന്നത് വോട്ടിംഗ് റൈറ്റ് വിമന് കിട്ടുന്നത് വരെയുള്ള ഒരു കാലം. ആദ്യകാലത്തെ സ്ട്രഗിൾ മുതൽ വോട്ടിംഗ് റൈറ്റ് ഗ്രാൻഡ് ചെയ്യുന്ന വരെയുള്ളൊരു കാലം. രണ്ടാമത്തെ സെക്കൻഡ് വേവ് 1960 to 1980. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻസ് പറയുന്നുണ്ട്, പുരുഷനുമായിട്ടുള്ള വ്യത്യാസം, പേട്രിയാക്കി. പിന്നെ അതിൽ റീപ്രൊഡക്റ്റീവ്, അത് പുരുഷനുമായിട്ടുള്ളൊരു വ്യത്യാസമാണല്ലോ. സ്ത്രീയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, കുട്ടികളെ പ്രസവിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു എബോർഷൻ ഒക്കെ ആ സമയത്താണ്, സെക്കൻഡ് വേവിലാണ് അതിന് വേണ്ടിയുള്ള ഡിമാൻഡ്സൊക്കെ. സ്ത്രീയുടെ വ്യത്യാസം, സ്വന്തം ശരീരത്തിൽ സ്ത്രീക്ക് അധികാരം വേണം. അപ്പോൾ എബോർഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അതൊരു സുഖമുള്ള സംഗതിയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, പെണ്ണുങ്ങളായ എല്ലാവർക്കും അറിയാം അതത്ര സുഖമുള്ള സംഗതി. പിന്നെ എന്തിനാണ് വാദിക്കുന്നത്? കാരണം കുട്ടീനെ കൊണ്ടുവന്നിട്ട് നോക്കേണ്ട കാര്യം ലോകമൊന്നും പറയുന്നില്ല, മതങ്ങളും ഒന്നും പറയുന്നില്ല. അവരിങ്ങനെ കൊട്ടിഘോഷിക്കും, പാപമാണ് ചെയ്യുന്നത്, ഇത്ര ആഴ്ച വരുമ്പോൾ ഇത്ര ജീവനുണ്ടാവും, നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. പക്ഷേ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ആർക്കും വേണ്ട. പിന്നെ ഈ അമ്മയും അച്ഛനില്ലാത്ത കുട്ടിയാണ്, അമ്മ തന്നെ അതിനെ വളർത്തണം. അപ്പോൾ സ്ത്രീക്ക് മാത്രം ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടിയോട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ആവശ്യമില്ലാതെ കുട്ടികളെ ലോകത്തേക്ക് കൊണ്ടുവരരുത്. പേട്രിയാക്കി പറയും, ഒരു സ്ത്രീയാണെങ്കിൽ മാതൃത്വമില്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ സ്ത്രീയെ അല്ല അരസ്ത്രീയാണെന്നൊക്കെ പറയും. ഒരിക്കലും ചെയ്യരുത്. അവനവനെ നോക്കി വളർത്താൻ കഴിയാത്തൊരു ജീവിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കും. മര്യാദ, അവരോട് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ അവരെ ഈ ലോകത്തിലേക്ക് ആനയിച്ച്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അമ്മയാവണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളെ പാർട്ട്ണറുമായിട്ട് ചർച്ച ചെയ്യണം. കാരണം അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെയല്ലേ സാധിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ?
അതെ സെക്കൻഡ് വേവ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് സെക്കൻഡ് വേവിൻ്റെ വേറൊരു വഴിമരുന്നിട്ട വേറൊരു കാര്യം ഞാൻ ബെറ്റി ഫ്രീഡാനെ പറഞ്ഞു, കെയ്റ്റ് മില്ലറ്റിനെ പറഞ്ഞു, സിമോൺ ദ ബൂവയെ പറഞ്ഞു, വെർജീനിയ വുൾഫ് ഉണ്ട് ഇടയിൽ നിൽക്കുന്ന. വേറൊരു പ്രധാന കാര്യം, അമേരിക്കയിൽ അക്കാലത്ത് ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് ഉണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനൊക്കെ കേട്ടിട്ടില്ലേ? അതായത് സെഗ്രിഗേഷൻ ഉണ്ടായിരുന്നു ബ്ലാക്സും വൈറ്റ്സും തമ്മിൽ. അപ്പോൾ ബ്ലാക്സിന് ഒരേ സ്കൂളിൽ പഠിക്കാൻ, ഒരേ ബസ്സിൽ യാത്ര ചെയ്യാൻ, ഒരേ സ്ഥലത്ത് താമസിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടായില്ല. സെഗ്രിഗേഷൻ എന്നാണ് അതിനെ പറയുന്നത്, റേഷ്യൽ സെഗ്രിഗേഷൻ, അവരെ മാറ്റി നിർത്തൽ. അപ്പോൾ അതിനെതിരായിട്ടാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും കുറേ യുവതി യുവാക്കളും അതിലൊക്കെ. പിന്നെ ആൻറ്റി വിയറ്റ്നാം വോറും ഉണ്ടായിരുന്നു. വിയറ്റ്നാം വാറിനെതിരായിട്ടും യൂത്ത് സംഘടിച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ സംഘടിച്ചപ്പോൾ പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ലീഡർഷിപ്പ് എപ്പോഴും ആണുങ്ങൾക്കായിരുന്നു. അപ്പോൾ അത് പെണ്ണുങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾക്ക് സെക്രട്ടറിയുടെ ജോലി, അല്ലെ കുക്കിൻ്റെ ജോലി, അല്ലെ ഓടി നടക്കുന്ന എറൻസ് കൊണ്ടുപോകാനും വരാനുള്ള ജോലി, ഇതല്ലാതെ ലീഡർഷിപ്പിലേക്ക് ഞങ്ങളെ ഈ ആണുങ്ങളൊന്നും ഉയർത്തുന്നില്ല. അപ്പോൾ ആ സ്ത്രീകൾക്ക് തോന്നി ഇത് പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മൂവ്മെൻറ്റ് വേറെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ചരിത്രപരമായ ഒരു കാരണം ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ നിരാശയാണ്. അപ്പോൾ അതും കൂടി ആ സെക്കൻഡ് വേവിൽ നമ്മൾ ആലോചിക്കണം. പിന്നെ തേർഡ് വേവ് 1990 to 2000s, അതങ്ങനെ ബ്ലർ ചെയ്ത് വരും ബൗണ്ടറീസ്. 1990 to 2000s ഇൻ്റർസെക്ഷനാലിറ്റി തേർഡ് വേവിൻ്റെ ഒരു പ്രധാന ഇൻ്റർസെക്ഷനാലിറ്റി 2000s എന്നാണ്. അത് 2001, 2, 3 ഒക്കെ ആവാം. പിന്നെ ഫോർത്ത് വേവ്, ഇത് കുറച്ചൊരു മെക്കാനിക്കലായിട്ടുള്ള അങ്ങനെയൊന്നും കാലത്ത് നമുക്ക് മുറിക്കാനൊന്നും പറ്റില്ല, സൗകര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നു. 2012 ടു ദ പ്രസൻറ്റ് എന്നാണ് പറയുന്നത്. 2012 മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയ ആക്ടിവിസം, റേപ്പ് കൾച്ചർ, ബോഡി ഷെയ്മിങ്, ഇതിനൊക്കെ എതിരായിട്ട് ഫോർത്ത് വേവ് 2012 മുതൽ ഇന്ന് വരെ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ പ്രസക്തി ഇന്നും പോയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഫിഫ്ത്ത് വേവ് പറയുന്നത് 2014 ടു ദ പ്രസൻറ്റ്, അതും ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. 2014 ടു ദ പ്രസൻറ്റ്. അപ്പോൾ കൺസെൻറ്റിനെ പറ്റിയുള്ളതൊക്കെ നമ്മൾ 2 കൊല്ലം മുമ്പല്ലേ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി, എന്താണ് കൺസെൻറ്റ് എന്നുള്ളതിനെ പറ്റിയൊക്കെ. പിന്നെ മീ ടു 2017 വന്നത്. അപ്പോൾ അതെല്ലാം കൂടി അപ്പോൾ ഇതിൽ ഓവർലാപ്പിംഗ് ഉണ്ട് കേട്ടോ. എല്ലാം ടു ദ പ്രസൻറ്റ് എന്നാണ് ഫോർത്തിനെയും ഫിഫ്ത്തിനെയും പറയുന്നത്. അത് ഇറ്റ് കോ എക്സിസ്റ്റ്, സൈഡ് ബൈ സൈഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇത്രയാണ് ഞാൻ സബ്ജക്റ്റിവിറ്റിയെ പറ്റി പറയുന്നത്. എത്രത്തോളം വിവരിച്ചെന്ന് അറിയില്ല. ഇനി നിങ്ങൾക്കൊരു ബ്രേക്ക് വേണോ? അല്ലെ വുമൺ ആസ് റീഡറിലേക്ക് പോട്ടെ. വുമൺ ആസ് റീഡർ അടുത്ത നമ്മളെ കാറ്റഗറിയിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം അതിൽ ജൂഡിത്ത് ഷേക്സ്പിയറെ പറ്റി പറഞ്ഞു തുടങ്ങും. ജൂഡിത്ത് ഷേക്സ്പിയർ, അതായത് ഒരു കഥ. ഫെമിലിയർ ആണോ? ഇവർക്ക് പഠിക്കാനുണ്ടോ? റൂം ഓഫ് അൺസോണറ്റ് ഉണ്ടോ? പഠിച്ചിട്ടുണ്ട്? ഇല്ല അല്ലേ? ഇല്ല, വായിച്ചിട്ടുണ്ട്. ജൂഡിത്ത് ഷേക്സ്പിയറെ കഥ വെർജീനിയ വുൾഫ് പറയുന്ന ഓർമ്മയുണ്ടോ? എന്താ വെച്ചാൽ വെർജീനിയ വുൾഫ് റൂം ഓഫ് അൺസോണിൽ അവർക്ക് വിമൻ ആൻഡ് ഫിക്ഷനെ പറ്റി സംസാരിക്കാനായിരുന്നു അവരാദ്യം ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ 2 ലെക്ചേഴ്സ് 2 വിമൻസ് കോളേജിൽ അവർ കൊടുത്തു. ഗേർട്ടൺ ആൻഡ് ന്യൂൻഹാം എന്ന് പറഞ്ഞിട്ട് 2 വിമൻസ് കോളേജിൽ. പിന്നീട് അവരത് 2 എസ്സേയും കമ്പൈൻ ചെയ്ത് അതൊന്ന് പോളിഷ് ചെയ്തിട്ടാണ് റൂം ഓഫ് അൺസോൺ 2028 ലെക്ചേഴ്സ് കൊടുത്തു. 2029 അത് ബുക്കാക്കി പബ്ലിഷ് ചെയ്തു. 2029 ബുക്കായി. 1990 സോറി നന്നായി സുനിത ചോദിച്ചത്. 1928 ലെക്ചേഴ്സ് കൊടുത്തു. 1929 ബുക്കാക്കി റൂം ഓഫ് അൺസോൺ പുറത്തിറങ്ങി. അപ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, എക്സ്ക്ലൂഷൻ, ലൈബ്രറിയിൽ കിടക്കാൻ പറ്റാത്തതിൻ്റെ. വേറൊരു അതിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഷേക്സ്പിയറിനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ഷേക്സ്പിയറിന് അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെർജീനിയ വുൾഫ് ഇമാജിൻ ചെയ്യാണ്. ജൂഡിത്ത് എന്ന പേര് കിട്ടും അവർക്ക്, ജൂഡിത്ത് ഷേക്സ്പിയർ. അപ്പം വെർജീനിയ വുൾഫ് പറയും, എന്തുകൊണ്ട് എലിസബത്തൻ ടൈമാണല്ലോ ഷേക്സ്പിയറെ കാലത്ത് ഒരുപാട് ആണുങ്ങളുണ്ടായിരുന്നു, വലിയ വലിയ എഴുത്തുകാർ, ബെൻ ജോൺസണൊക്കെ പോലെയുള്ള, സർ ഫിലിപ്പ് സിഡ്നിയെ പോലെയൊക്കെയുള്ള ഒരുപാട് വലിയ എഴുത്തുകാരുണ്ടായിരുന്നു. എന്തുകൊണ്ട് അക്കാലത്ത് സ്ത്രീകളൊന്നും എഴുതിയില്ല, സ്ത്രീകളെ പേര് എഴുത്തുകാരികളായിട്ട് പുറത്തു വരുന്നില്ല എന്ന് അന്വേഷിക്കുകയാണ് ആ കൃതിയുടെ ഒരു വശം ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് അവർ പറയുന്നത്, ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പോൾ അതിങ്ങനെ സങ്കല്പിക്കുകയാണ്, ചെറുപ്പത്തിൽ ഷേക്സ്പിയറെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ. പക്ഷേ
അവളെ സ്കൂളിൽ അയക്കില്ല. ആദ്യത്തെ വിവേചനം അവിടെയാണ്. അവളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നില്ല. അവളെ വീട്ടുകാര്യങ്ങൾ നോക്കി പഠിച്ചു നിന്നാൽ മതി എന്നാണ്. അപ്പോൾ അതന്നെ വിൻഡിക്കേഷൻ ഉണ്ടല്ലോ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിലെ പ്രധാന ആർഗ്യുമെൻ്റ് അതാണ്. ഡൊമസ്റ്റിക് ആർട്സ് മാത്രം പഠിച്ചാൽ പോരാ. ഡൊമസ്റ്റിക് ആർട്സ് എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും ക്ലീനിങ്ങും നഴ്സിങ്ങും അതുപോലെയുള്ളത് പോരാ, റാഷണൽ എഡ്യൂക്കേഷനും കൊടുക്കണം. ശാസ്ത്രവും ഫിലോസഫിയൊക്കെ പെണ്ണുങ്ങളും പഠിക്കണം എന്നാണ് വിൻഡിക്കേഷനിലെ വോൾസ്റ്റോൺക്രാഫ്റ്റ് പറഞ്ഞു വെച്ചത്. അപ്പോൾ വെർജീനിയ വുൾഫ് പറയുന്ന എലിസബത്തൻ ടൈംസിൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ഇവർക്ക് വായിക്കാൻ വളരെ ഇഷ്ടം. വായന ആയതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ പിടിച്ചു വെച്ച് കൊണ്ടുപോകും. നീ പെൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ ഇരുന്ന് വായിക്കേണ്ട, അടുക്കളയിൽ വായന സഹായിക്കുന്നതാണ്, പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ഒരു പ്രായം എത്തുമ്പോൾ കല്യാണം ആലോചിക്കും. അവൾ കല്യാണത്തിന് തീരെ റെഡിയല്ല, അവൾ തയ്യാറായിട്ടില്ല, നിർബന്ധിച്ച് കല്യാണം ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ കുട്ടി അവിടുന്ന് ഇമാജിനറിയാണ് കേട്ടോ, കുട്ടി ഒളിച്ചോടിയിട്ട് ലണ്ടനിൽ പോകും. ഷേക്സ്പിയറും ഇതേ ലൈനിലാണ് പോയത്. ഷേക്സ്പിയറും ലണ്ടനിൽ പോയി. അവിടെ നിന്നാണ് വലിയ ഡ്രാമറ്റിസ്റ്റായിട്ട് മാറുന്നത്. ഈ കുട്ടിയും അവിടെ തിയേറ്ററിൽ ചെല്ലും. പക്ഷേ തിയേറ്ററിൽ എന്താ, അക്കാലത്തെ തിയേറ്ററിൽ പെണ്ണുങ്ങൾ അഭിനയിക്കില്ല. പെണ്ണുങ്ങളെ റോളും ആണുങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഇവർക്ക് ജോലിയില്ല അവിടെ. ഇവർക്ക് അഭിനയം ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, എല്ലാറ്റിലും ടാലൻ്റുള്ള കുട്ടിയാണ്. അപ്പോൾ ജീവിക്കണ്ടേ, അമ്മയും അച്ഛനെയും വിട്ടു പോകുന്നു, ഒളിച്ചോടി പോകുന്നു, ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ അതിലൊരാൾ അവളോട് കരുണ കാണിക്കാൻ തയ്യാറാവും. തിയേറ്ററിലെ ഒരാൾ, ഡയറക്ടറോ ആരെങ്കിലും ആയിരിക്കും, വലിയ കരുണാവാൻ. പക്ഷേ അയാൾക്ക് അവളുടെ ശരീരം വേണം, ശരീരം ദുരുപയോഗം ചെയ്യും, അവൾ ഗർഭിണിയാവും, ഗർഭം അയാൾ ഏറ്റെടുക്കില്ല, അവൾ പരാജിതയായിട്ട് ആത്മഹത്യ ചെയ്യും. നോക്കൂ, ഒരു വുഡ് ബി റൈറ്റർ എലിസബത്തൻ ടൈംസിലായിരുന്നെങ്കിൽ ഇങ്ങനെയാവും സംഭവിക്കുക. എന്നിട്ട് ഇന്ന് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങളൊരു ഷേക്സ്പിയറെ ഉണ്ടാക്കിയിട്ടുണ്ടോ, നിങ്ങളൊരു ടോൾസ്റ്റോയെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതായിരുന്നു ചരിത്രം അവരോട് ചെയ്തത്. അപ്പോൾ അതാണ് ജൂഡിത്ത് ഷേക്സ്പിയർ. വായിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല, റാഷണൽ എഡ്യൂക്കേഷൻ നൽകിയിരുന്നില്ല. നമ്മളൊക്കെ ഇന്ന് ഭാഗ്യവതികളാണ്. ഇതിനൊക്കെ ചിന്തിക്കാനും പറയാനും വിദ്യാഭ്യാസം ചെയ്യാനും ഒക്കെയുള്ള അവകാശങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ലീഗൽ ബാറ്റിൽസ്, പൈസ ചിലവാക്കി. ഇപ്പോൾ വോട്ടിംഗ് റൈറ്റിൻ്റെ സമയം സഫ്രജറ്റ് മൂവ്മെൻറ്റിലൊക്കെ അവർ മാർച്ച് നടത്തി പോലീസ് പിടിച്ചുകൊണ്ടുപോയി ബലമായിട്ട് ഭക്ഷണം കഴിപ്പിക്കൽ, ഒരുപാട് പീഡകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ സ്ത്രീകൾ തെരുവിലൂടെ നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിന്ന് ചാരിയിരുന്ന് ആഘോഷിക്കുന്ന പല അവകാശങ്ങളും നമ്മൾക്ക് കിട്ടി. അപ്പോൾ എന്തിനാ ഫെമിനിസം ചോദിക്കുമ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ്റ്ററി അത് മറക്കാൻ പാടില്ല. നമ്മൾ എത്രയോ പേര് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ഇന്ന് അനുഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് വെർജീനിയ വുൾഫ് കാണിക്കുന്നത്. ഷേക്സ്പിയർക്കൊരു നീതി, ഈ ജൂഡിത്ത് എന്നുള്ള പേര് ഞാനിങ്ങനെ ആലോചിക്കും. ഫെമിനിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരും ജൂഡിത്ത് ബട്ട്ലർ ഉണ്ടല്ലോ. പിന്നെ നമ്മളൊരു ജൂഡിത്ത് ഫെറ്റേളിയെ കാണാൻ പോകുന്നുണ്ട്. ഷേക്സ്പിയർ സിസ്റ്ററും ജൂഡിത്ത്. അപ്പോൾ ഞാൻ വെറുതെ നോക്കി അതിൻ്റെ ഈ ജൂഡിത്തിന് വല്ല, അത് ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. ഒരു നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ തൻ്റെ ജനതയെ ഹോളോ ഫേണസ് എന്ന് പറഞ്ഞൊരു ശത്രുവിൽ നിന്ന് പോരാടി രക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. അറിഞ്ഞുകൂടാ, ഈ ഫെമിനിസത്തിലൂടെ ഈ ജൂഡിത്തുമാരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ജൂഡിത്ത് ഷേക്സ്പിയർ. ഇനി പുനർവായന, ഫെമിനിസ്റ്റ് പുനർവായനയാണ് ഒരു ശാക്തീകരണത്തിനുള്ള നമ്മളുടെ ഒരു മെത്തേഡ്. അത് ബുവ ചെയ്തിട്ടുണ്ട്. സിമോങ് ദ ബുവ വായനയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന പുനർവായന. അതിനെ റീഡിങ് എന്ന് വിളിക്കാം. എഡ്രിയൻ റിച്ച് എന്ന് പറഞ്ഞ അമേരിക്കൻ ഫെമിനിസ്റ്റ് കവയിത്രിയായിരുന്നു, തിയറിസ്റ്റുമായിരുന്നു. അവർ വിളിക്കുന്നത് റിവിഷണറി റീഡിംഗ് എന്നാണ്. റിവിഷണറി റീഡിംഗ് അതായത് എൻ്ററിങ് ദ ന്യൂ ടെക്സ്റ്റ് എൻ്ററിങ് ദ ഓൾഡ് ടെക്സ്റ്റ് ഫ്രം എ ന്യൂ ആംഗിൾ. ഒരു പുതിയ രീതിയിൽ, ഫെമിനിസ്റ്റ് രീതിയിൽ പഴയൊരു ടെക്സ്റ്റിനെ നമ്മളെങ്ങനെ വായിക്കുന്നു, ഫെമിനിസ്റ്റ് അളവുകോൽ ഉപയോഗിച്ചിട്ട് പഴയ ടെക്സ്റ്റിനെ വായിക്കുന്നു. അപ്പോൾ റീഡിങ്, റിവിഷണറി റീഡിങ്, പുനർവായന എന്ന് നമ്മൾ, സ്ത്രീപക്ഷ വായന എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അത് നടത്തിയിട്ടുണ്ട് സിമോങ് ദ ബുവ. ദ സെക്കൻഡ് സെക്സിൽ ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. D.H. ലോറൻസിനെ പോലെയുള്ള ഓത്തേഴ്സിനെ റീഡ് ചെയ്യുന്നത്. അത് കെയ്റ്റ് മില്ലറ്റ് സെക്ഷൽ പൊളിറ്റിക്സിൽ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്താ പറയുക, ഒരു ടാർഗറ്റായിരുന്നു D.H. ലോറൻസ്. D.H. ലോറൻസ് എന്നോടൊക്കെ ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഓതറാണ്. പക്ഷേ ആസ് എ ഫെമിനിസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഈ പാപങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കിഷ്ടപ്പെടാൻ കാരണം നല്ല നേച്ചർ ഡിസ്ക്രിപ്ഷൻസ്, മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സുന്ദരമായ ഭാഷയിൽ ചിത്രീകരിക്കും. അതുമൊക്കെ ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. കൃതിയുടെ സൗന്ദര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ തെറ്റുകളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാം പറയുന്നത് അവർ ആൻറ്റി ഇൻ്റലക്ച്വൽ
ഇൻ്റലക്ച്വലാണ്. ഇൻ്റലക്ച്വൽ വിമനെ നമുക്കറിയാം D.H. ലോറൻസ് ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ എന്താ പറയുക ഇൻസ്പയർ ചെയ്യപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സെക്സിനെ പറ്റിയൊക്കെ ഫ്രോയിഡിൻ്റെ താങ്ങുള്ളത് കൊണ്ട് വളരെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ലേഡി ചാറ്റലീസ് ലവറൊക്കെ നിരോധിക്കപ്പെട്ടത്. അതിൻ്റെ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ. വളരെ എക്സ്പ്ലസിറ്റ് ആയിട്ടുള്ള സെക്ഷൽ എൻകൗണ്ടേഴ്സ് അതിൽ കാണിക്കുന്നുണ്ട് വിഷ്വലി തന്നെ. അപ്പോൾ കുറച്ചു കാലം ബാൻ ചെയ്തിരുന്ന ആ ബുക്കൊക്കെ. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം വിശേഷിച്ച് അവരെ സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുള്ള ആളാണ് D.H. ലോറൻസ്. പക്ഷെ ആ വിശകലനത്തിൽ ആൻറ്റി വിമനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഇൻ്റലക്ച്വൽ വിമനോടുള്ള വെറുപ്പ്. അതിലൊരു രണ്ടുപേരും പഠിച്ച ഒരു ബുക്ക് വിമൻ ഇൻ ലവ് ആണ്. വിമൻ ഇൻ ലവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ് കേട്ടോ, വിമൻ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ഹെർമിയോണി എന്ന് പറഞ്ഞിട്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു വുമൺ ഉണ്ട്. അപ്പോൾ അവളെ പരിഹസിച്ച് അവൾക്ക് ജീവിതം എന്തെന്നറിയില്ല, അവൾക്ക് സെക്ഷൽ അട്രാക്ഷൻ ഇല്ല, അവൾ ഡെഡ് ഇൻ ഹെർ സ്പിരിറ്റാണ്, വെറും ഇൻ്റലക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും ഹെർമിയോണി. അപ്പോൾ ബ്ലൂ സ്റ്റോക്കിംഗ് എന്നാണ് ഇൻ്റലക്ച്വൽ വിമനെ പണ്ട് പരിഹസിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് ബ്ലൂ സ്റ്റോക്കിംഗ്. എന്ന് വെച്ചാൽ അവർ സ്ത്രീകളുടെ ചില മീറ്റിങ്ങിൽ അവർ ബ്ലൂ സ്റ്റോക്കിംഗ് ഇട്ട് പോയിരുന്നു. നല്ല സിൽക്കിൻ്റെ ബ്ലാക്ക് സ്റ്റോക്കിംഗ് ഒന്നുമല്ല, സാധാരണ വേഷത്തിലാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സ്ത്രീകളെ പറയാനാണ് ബ്ലൂ സ്റ്റോക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ വുമൺ, ഗുഡ് ഫോർ നത്തിങ് ഇൻ്റലക്ച്വൽ വുമൺ എന്നാണ് ലോറൻസിൻ്റെ അഭിപ്രായം. പിന്നെ പുതിയ സ്ത്രീ, ഇമേജ് ചെയ്ത വർക്ക് ചെയ്യുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ, ഇവരൊന്നും ലോറൻസിനെ കണ്ടുകൂടാ. ഗുഡ് റൺ എന്ന് പറഞ്ഞ ആ വിമൻ ഇൻ ലവിലൊരു ക്യാരക്ടറുണ്ട്, അവളെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ലെസ്ബിയൻസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം ഭയങ്കര ഹെട്രോസെക്ഷൽ ആറ്റിറ്റ്യൂഡാണ്, ഹെട്രോസെക്ഷുവാലിറ്റിയാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ലോറൻസ്. അതുകൊണ്ട് ആൻറ്റി ലെസ്ബിയൻസ് ഉണ്ട്. എത്രയോ സ്ത്രീകൾ ലെസ്ബിയൻസ് ആണ്. അത് അവരുടെ ചോയ്സ് അല്ലേ, പേഴ്സണൽ ചോയ്സ് അല്ലേ. ചിലപ്പോൾ ബിയോണ്ട് ദെയർ കൺട്രോൾ തന്നെ ഇരിക്കും. അത് നമുക്കറിയില്ല എപ്പോഴും അതിൻ്റെ റൂട്ട്സ് എന്താണെന്ന്. അങ്ങനെയുള്ളവർ അങ്ങനെയായിട്ട് അംഗീകരിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ അത് ലോറൻസ് കൊന്നാൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ചിനെ അവർ ഹൈലൈറ്റ്, അതുവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ലോറൻസിനെ വായിക്കുന്നു, പ്രണയം നന്നായിട്ട് ചിത്രീകരിക്കുന്നു, സെക്സിനെ പറ്റി ബോൾഡായിട്ട് പറയുന്നു, നല്ല പ്രകൃതി പറഞ്ഞു, ഞാൻ പറഞ്ഞ അതേ ഗുണങ്ങളൊക്കെ തന്നെ എല്ലാവരും കൊണ്ടാടിയത്. പക്ഷെ ഇതൊരു ഫെമിനിസ്റ്റ് ആംഗിളിലൂടെ കാണുമ്പോൾ സ്ത്രീകളെ എങ്ങനെ സമീപിക്കുന്നു, അവരെ എങ്ങനെ ഇൽട്രീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു സബ്മിസീവ് വൈഫ് വേണം. അവൾ ഇപ്പോൾ ഏഴ്സില എന്ന് പറഞ്ഞ ഒരു നായികയുണ്ട് അതിൽ ഹീറോ റൂപ്പർട്ട് ബർക്കിൻ ഏഴ്സില ജോലി രാജിവെച്ചിട്ടാണ് അവളെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ലോറൻസ് സങ്കല്പിക്കുന്നില്ല. വുമൺ ആസ് ദി അതർ. മുമ്പ് നമ്മൾ ദി അതർ നമുക്കിപ്പോൾ അറിയാമല്ലോ, അതാണ് ലോറൻസിൻ്റെ ചിന്താഗതി. ഇത് രണ്ടുപേരും, കേറ്റ് മില്ലറ്റും സിമോൺ ദ ബൂവായും അവരവരുടെ രീതിയിൽ ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് റിവിഷണറി റീഡ്. ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ആശാനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ വളരെയധികം കുറേ വായിക്കുകയും കുറേ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ്. എന്നാലും ആശാൻ്റെ ഫെമിനിസ്റ്റ് റീഡിങ് ചെയ്യുമ്പോൾ ആശാനിൽ ചില വൈരുദ്ധ്യങ്ങളായിരിക്കും ഞാൻ പുറത്തു കൊണ്ടുവരിക. അത് ആശാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം അത്രയും ശ്രദ്ധയിൽ നമ്മളൊരാളെ വായിക്കണമെങ്കിൽ, അത്രയും സമയവും ശ്രദ്ധയും കൊടുക്കണമെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരിക്കലും നമ്മൾ ഫെമിനിസ്റ്റ് റീഡിങ് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മൾ നടത്തുന്നത് ഫെമിനിസ്റ്റ് റീഡിംഗ് ആണെന്ന് പറയണം. ഐ ആം ലുക്കിംഗ് അറ്റ് ദ ടെക്സ്റ്റ് ത്രൂ ദ ഫെമിനിസ്റ്റ് ലെൻസ്. ആ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കുന്ന പറയണം. രണ്ടാമത്, വ്യക്തിഹത്യ ചെയ്യരുത്. നമ്മൾക്ക് ഒരു ടെക്സ്റ്റിനെ വായിക്കാം, അതിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അതിന് പിന്നിൽ എഴുത്തുകാരനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അത് വളരെ മോശമാണ്. അതൊരു ഫെമിനിസ്റ്റ് എറ്റിക്കറ്റിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. അത് ചെയ്യരുത്. കാരണം വ്യക്തികൾ ചരിത്രത്തിന് നിർബന്ധിയാണ്, സമൂഹത്തിന് നിർബന്ധിയാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാനൊരു ഫെമിനിസ്റ്റ് ഇത്രയും പഠിച്ച ഒരാളാണെങ്കിൽ പോലും ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ അതിൽ ആൻറ്റി ഫെമിനിസ്റ്റ് എലിമെൻറ്റ്സ് വന്നേക്കാം. കാരണം എഴുതുമ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ഒന്നും ആലോചിക്കുന്നില്ല. അത് സാറാ ജോസഫ് എന്നാൾ വ്യക്തമായിട്ട് പറഞ്ഞു. തിയറി ഒന്നും നമ്മളെ രക്തത്തിൽ അത് ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് കഥയോ കവിതയോ ഫെമിനിസ്റ്റ് ആംഗിൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതട്ടെ എന്നല്ല. നമുക്കത് നാച്ചുറലി തോന്നി വരണം. നമ്മുടെ ആ റൈറ്റിംഗ് സെൽഫിൻ്റെ ഭാഗം ആവുന്ന നല്ലതാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ട് പഴയ കാലത്തെ എഴുത്തുകാരെയൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ചീത്ത ഭാഷയിൽ അവരെ പറ്റി സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ വ്യക്തമാക്കണം. കാരണം ഒരു ടെക്സ്റ്റ് നമുക്ക് പല ആംഗിളിലൂടെയും വായിക്കാം. ഒരു ഡീകൺസ്ട്രക്ഷൻ്റെ ആംഗിളിലൂടെ വായിക്കാം, സൈക്കോ അനാലിസിസിൻ്റെ ആംഗിളിലൂടെ വായിക്കാം, മാർക്സിസ്റ്റ് ആംഗിളിലൂടെ വായിക്കാം. അതിൻ്റെ അർത്ഥം ആ ടെക്സ്റ്റിന് വേറെ നന്മകളൊന്നും ഇല്ല എന്നല്ല.
നമ്മൾ നോക്കാത്ത ഒരുപാട് നന്മകൾ ആ ടെക്സ്റ്റിലുണ്ടാവും. അത് നമ്മൾ അത് വേറെ ആൾ നോക്കിക്കോളും. സൗന്ദര്യത്തിൽ താല്പര്യമുള്ള ആൾക്കാർ അത് നോക്കിക്കോളും, അതിനെ എഴുതിക്കോളും. അപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, ഫെമിനിസ്റ്റ് വായിക്കുന്നത് സ്ത്രീക്ക് വേണ്ടിയാണ്, അല്ലാതെ സാഹിത്യത്തിലെ സൗന്ദര്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ല ഒരു ഫെമിനിസ്റ്റ് റീഡിങ്. അതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ്. ഞാൻ ഫെമിനിസ്റ്റ് ലെൻസിലൂടെ നോക്കുന്ന എൻ്റെ ഉദ്ദേശം സ്ത്രീ ശാക്തീകരണമാണ്. അപ്പം മാർക്സിസ്റ്റ് റീഡിങ്ങും അങ്ങനെ തന്നെയാണ്. ക്ലാസ്സിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ കളികളാണ് അവർ വെളിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ആ കൃതിക്ക് മറ്റ് സൗന്ദര്യമില്ല, ഭാഷാ ഭംഗിയില്ല, കഥാപാത്രം ഡെലിനേഷൻ നന്നായിട്ടില്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റെത്രയോ ധന്യതകൾ ആ കൃതിക്ക് ഉണ്ടാവാം. ഇതൊക്കെ ഒരു ഫെമിനിസ്റ്റ് ഒരു ഹൈജീനാണിത്. നമ്മളൊരു കൃതിയെ സമീപിക്കുമ്പോൾ ആ ഒരു ഹൈജീനോടെ വേണം സമീപിക്കാൻ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് അല്ലേ, നോക്കട്ടെ ഞാൻ. ശരി, റിവിഷണറി റീഡിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി മറ്റ് റീഡിങ്സ് ഉണ്ട്. ശരി, എന്നാൽ കുറച്ച് ബോറടിക്കുന്നുണ്ടാണ് കുറേ പറയുന്നതുകൊണ്ട്.